സമർപ്പിച്ചാട്ട് ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കോഴി തൻ്റെ കുഞ്ഞുകോഴിയെ ചെറുകടിക്കുള്ളിൽ മറിച്ച് സൂക്ഷിക്കും പോലെ നമ്മെ മറയ്ക്കുന്നവനായ സൂക്ഷിക്കുന്നവനായ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. പക്ഷി തൻ്റെ കുഞ്ഞുപക്ഷിയെ ചുറ്റി പരിപാലിക്കും പോലെ നമ്മെ പരിപാലിക്കുന്ന അരുമനാഥൻ്റെ കൃപകൾക്കായിട്ട് നമുക്ക് അവനെ മഹത്വപ്പെടുത്താം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അദ്ദേഹത്തെ ഈ ആത്മാവിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ഈ രാത്രികാലം അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിടുതലുള്ള ദൈവം ഈ രാത്രികാലം നമ്മുടെ മധ്യ എഴുന്നള്ളി വന്നിരിക്കുക. നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, ഈ നല്ല രാത്രികാലത്തിനായിട്ട് നന്ദി ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവേ, സഭായുഗമായി അവിടുത്തെ പാദപീഠത്തിന് കടന്നു വരുവാനോട് സന്നിധാനത്ത് വിട്ടുമടക്കുവാന് അവിടുന്ന് ഒരുക്കിയ സാവകാശത്തിനായിട്ട് സ്തോത്രം കടന്നു വരുവാൻ ആഗ്രഹിച്ച വഴിയാത്തല്ല ഒക്കെയുമായിരിക്കുന്ന ജനത്തെ എത്ര വേഗം അവിടുന്ന് കൂട്ടി വരുത്തുന്ന തടസ്സങ്ങളെല്ലാം മാറി നിന്റെ ജനം ഒരുമിച്ച് കടന്നു സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിപ്പാൻ, ബലം പ്രാപിപ്പാൻ, ശക്തി പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ ഈ രാത്രിക്കാരോട് സഹായിക്കുന്ന സൂക്ഷികളെല്ലാം അനുഗ്രഹമാക്കണമേ. പാടുവാനോ ആരാധിപ്പാനും ജനത്തെ അവിടുന്ന് ശക്തീകരിക്കണമേ. പരിശുദ്ധാത്മ നിറവോടെ കർത്താവിനെ ആരാധിപ്പാൻ, ദർശനങ്ങളെ വെളിപ്പാടുകളെ പ്രാപിപ്പാൻ, കൃപാവരങ്ങളെ ജ്വലിക്കപ്പെടുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങൾ എല്ലാവരെയും ഒരുപോലെ ശക്തീകരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനത്തിന് കൊടുക്കേണ്ട ദൂതുകൾ, ആലോചനകൾ ആത്മനിറവോടെ പ്രസ്താവിപ്പാൻ അവിടുത്തെ അഭിഷക്തന്മാരെ അവിടുന്ന് ശക്തീകരിക്കണം. വലിയ വിടുതലയക്കണം. രാത്രികാലം അനുഗ്രഹത്തിന് രാത്രികാലമാക്കി തീർക്കണം. അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് നമ്മുടെ മധ്യമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, 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 പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് ഒന്ന് പാടാം. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്ച്ച കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ മധ്യ ഒരു മഴ പെയ്ക്കും. ഹല്ലേലൂയ. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. മുൻമഴ നൽകേണം, മാലിന്യം മറയണം, നിഞ്ജനമുണർന്നു വേല ചെയ്യുവാൻ. മുൻമഴ നൽകേണം, മാലിന്യം മറയണം, നിഞ്ജനമുണർന്നു വേല ചെയ്യുവാൻ. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവനദിയൊഴുകാൻ. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവനദിയൊഴുകാൻ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്നു തുറക്കണ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്നു തുറക്കണതാ. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം,
ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം ആത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ ചൈതന്യം നൽകണം നവജീവൻ വേണം നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ ചൈതന്യം നൽകണം നവജീവൻ വേണം നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം മുൻമഴ നൽകണം മാലിന്യം മാറേണം നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ മുൻമഴ നൽകണം മാലിന്യം മാറേണം നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവനദിയൊഴുകാൻ മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവനദി കടപ്പാൻ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കണതാം നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കണതാം പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം സൈലത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ സൈലത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ ആത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം ആത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു പിതാവേ പിന്മഴ നൽകാം പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം ആരാധന ആരാധന യാഹെന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാഹെന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ക്ഷേമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ക്ഷേമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ആരാധന ആരാധന യാഹെന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിന് ആരാധന മലയിൽ
നിറഞ്ഞു നിന്ന ഇസഹാക്കിൻ ദൈവത്തിനാരാധന. ആരാധന ആരാധന യാഹെന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാഹെന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിനാരാധന. കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിനാരാധന. മലയിൽ ദൈവത്തെ ചെയ്ത യോസേഫിന്റെ ദൈവത്തിനാരാധന. കാരാഗ്രഹത്തിൽ വീരപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിനാരാധന. ഓ ആരാധന ആരാധന യാഹെന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാഹെന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിനാരാധന. മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിനാരാധന. കർമ്മേലെന്ന മലയിൽ അഗ്നിയയച്ച ഏലിയാവിൻ ദൈവത്തിനാരാധന. കർമ്മേലെന്ന മലയിൽ അഗ്നിയയച്ച ഏലിയാവിൻ ദൈവത്തിനാരാധന. ഓ ആരാധന ആരാധന യാഹെന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാഹെന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. മിസ്രയീം എന്ന ദേശത്തിൽ മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിനാരാധന. മിസ്രയീം എന്ന ദേശത്തിൽ മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിനാരാധന. സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന ദാനിയേലിൻ ദൈവത്തിനാരാധന. സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന ദാനിയേലിൻ ദൈവത്തിനാരാധന. ഓ ആരാധന ആരാധന യാഹെന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാഹെന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാഹെന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിനാരാധന. മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിനാരാധന. കർമ്മേലെന്ന മലയിൽ അഗ്നിയയച്ച ഏലിയാവിൻ ദൈവത്തിനാരാധന. കർമ്മേലെന്ന മലയിൽ അഗ്നിയയച്ച ഏലിയാവിൻ ദൈവത്തിനാരാധന. ആരാധന ആരാധന യാഹെന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ഓ ആരാധന ആരാധന യാഹെന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. മിസ്രയീം എന്ന ദേശത്തിൽ മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിനാരാധന. മിസ്രയീം എന്ന ദേശത്തിൽ മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിനാരാധന. സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന ദാനിയേലിൻ ദൈവത്തിനാരാധന. സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന ദാനിയേലിൻ ദൈവത്തിനാരാധന.
എന്തു ഞാൻ പകരം നൽകും നീ കരുതും കരുതലിനാ യേശുവേ നീ ഓർത്തതിനാ എന്നെ നീ മാനിച്ചതിനാ എന്തു ഞാൻ പകരം നൽകും നീ കരുതും കരുതലിനാ യേശുവേ നീ ഓർത്തതിനാ എന്നെ നീ മാനിച്ചതിനാ രക്ഷയായ ദൈവം എന്നുയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി രക്ഷയായ ദൈവം എന്നുയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി സർവഭൂമിക്കും രാജാവു നീ ഇസ്രായേലിൻ പരിശുദ്ധൻ നീ എന്നെ വീണ്ടെടുത്തോരും നീയേ നിന്റെ പ്രവൃത്തികൾ അതിശയമേ എന്നെ മാനിക്കുന്ന ദൈവം എന്നെ
എന്നെ വഴി നടത്തും ദൈവം. നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം. നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. ഓ യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം. നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം. നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എൻ ആശ്രയം. അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എൻ ആശ്രയം. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ. അവനെന്റെ ഉപനിധിയേ. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ. അവനെന്റെ ഉപനിധിയേ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. ഞങ്ങളെ മാനിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ ശ്രേഷ്ഠതയോടെ നടത്തുന്ന കർത്താവേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, വാഴ്ത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ വിടർ ഞങ്ങളുടെ മേലെ ചാട് കർത്താവേ. പരിശുദ്ധന്മാവിന് വലിയൊരു ശക്തി കർത്താവേ, പരിശുദ്ധന്മാവിന് വലിയൊരു പകർച്ച കർത്താവേ. ഈ രാത്രികാലം അവിടെ നിന്ന് പകർന്നാണ്ട് ദൈവമേ, ഞങ്ങളുടെ ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ആത്മാവിന് വലിയൊരു ശക്തി കർത്താവേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രികാലം തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. സർവശക്തനായവൻ, സർവകൃപാലുവായവൻ, സകലത്തിൻ്റെയും ഉടയവനായവൻ ഈ രാത്രികാലം നമ്മുടെ മധ്യ എഴുന്നള്ളി വന്നിട്ടുണ്ടല്ലോ. യോവേൽ പ്രവചനത്തിൽ പറഞ്ഞ പ്രകാരം സകല ജഡത്തിന് പേര് ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്നരുളി ചെയ്തവനായ കർത്താവ് ഒരു വലിയ പകർച്ച നമ്മുടെ മേൽ ഈ ദിവസങ്ങളിൽ അയക്കേണ്ടതിനായി കുഞ്ഞുകുട്ടി ഭേദമെല്ലാവരും
പരിശുദ്ധാത്മാവിനെ വലിയ ശക്തിയാൽ നിറയപ്പെടേണ്ടതിനായി ആമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഹല്ലേലൂയ. കൃപാവരങ്ങൾ ജ്വലിക്കപ്പെട്ട സഭയായി ഈ സഭ മാറുവാൻ വേണം. ഹല്ലേലൂയ. സ്തോത്ര. എല്ലാ കൃപാവരങ്ങളാലും ജ്വലിക്കപ്പെടുവാൻ രോഗികളുടെ മേലും ഭൂതങ്ങളുടെ മേലും അധികാരമുള്ള സഭയായി ഇത് മാറ്റപ്പെടുവാൻ ദേശത്തെ ജാതികളുടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്ന ഒരു കൂട്ടായ്മയായി ഈ കൂട്ടായ്മ മാറ്റപ്പെടുവാൻ. ഹല്ലേലൂയ. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങള് അതിന് ജയിക്കയില്ല എന്നാണ് ചെയ്ത കർത്താവ്. ഈ രാത്രികാലം മരണത്തെയും പാതാളത്തെയും ജയിച്ചവനായി യേശു തമ്പുരാൻ. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. രാത്രികാലത്തെ തുറന്നുള്ള മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായിട്ട് സഹോദരിമാരിലൊരാളും സഹോദരന്മാരിലൊരാളും പ്രാർത്ഥിച്ചാട്ട്. Praise the Lord Jesus. നല്ല കർത്താവേ, മനോഹരമായ രാത്രികാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് രാത്രികാലം സഭാരാധനയായി ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ, എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ സ്വർഗത്തിലെ ദൈവമേ, അടിയങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകി തന്ന ഈ നല്ല ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവത്തിന്റെ കൃപയുടെ മറവിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ, മാനിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് തിരുവചനം പറയുന്നത് പോലെ അപ്പോൾ അവിടുന്ന് ചെയ്യുന്ന സകല ഉപകാരങ്ങൾക്കും നന്മകൾക്കുമായി ഇന്ന് രാത്രികാലം കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു കർത്താവേ. ഇന്ന് രാത്രികാലം കർത്താവേ, അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആ കൃപാസനത്തിലേക്ക് ഞങ്ങൾ ഓടി വന്ന് കർത്താവേ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ ഭാരങ്ങളെ, സങ്കടങ്ങളെ, കണ്ണുനീരുകളെ ഒക്കെ കർത്താവേ ഇന്ന് രാത്രികാലം പകരുവാൻ സ്വർഗത്തിലെ ദൈവം നൽകി തന്ന ഈ നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ഇന്നത്തെ ഈ ആരാധന ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി, വലിയ വിടുതലായി തീരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പാടുവാൻ, പ്രാർത്ഥിക്കുവാനൊക്കെയും ദൈവമേ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൃപകളും കൃപാവരങ്ങളും ഞങ്ങളെ ഓരോരുത്തരെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹല്ലേലൂയ വലിയ സാന്നിധ്യം ഇന്ന് രാത്രികാലം ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോഴും ഈ സാന്നിധ്യത്തോടെ മടങ്ങി പോകുവാൻ ഇന്ന് രാത്രികാലം ഞങ്ങളെ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരത്തിൽ നിറഞ്ഞതിനായി സ്തോത്രം അപ്പാ. ദൈവ സാന്നിധ്യത്തോടെ ഇന്ന് രാത്രി ഞങ്ങളെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്നതുപോലെയല്ലപ്പാ, ഇരട്ടി അനുഗ്രഹത്തോടെ, ഇരട്ടി ബലത്തോടെ കർത്താവേ ഞങ്ങളെ ഓരോരുത്തരെ അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സഭ, ഈ ദേശത്ത്, ഈ രാജ്യത്ത് അനുഗ്രഹമായി തീരട്ടപ്പാ. അനേക ആത്മാക്കളെ കൊണ്ട് നിറയപ്പെട്ട സഭയായി ഇത് വളരട്ടെ കർത്താവേ. ദൈവിക സമാധാനം, ഈ സാന്നിധ്യം ഈ സഭയ്ക്കകത്ത് കടന്നു വരുമ്പോൾ അടിയങ്ങൾ ഓരോരുത്തരും അനുഭവിച്ച് മടങ്ങി പോകുവാൻ ഇന്ന് രാത്രികാലം സ്വർഗം അവിടെ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയോടുള്ള വാഗ്ദത്തങ്ങൾ, ആലോചനകൾ ഈ ദിവസങ്ങളിൽ കർത്താവേ അടിയങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു മടങ്ങുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അവിടെ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇന്ന് ഞങ്ങളിൽ വന്ന് നിറഞ്ഞതിനായി ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളെ പാടുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചല്ലോപ്പാ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങളെ ഇന്ന് രാത്രി നൽകി തരുമാറാകണമേ. നല്ല സാക്ഷ്യങ്ങളെ കേൾപ്പിക്കണമേ. പ്രബോധനങ്ങളെ കർത്താവ് നൽകി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ആദിയോടന്തം ഇവിടെ ഹല്ലേലൂയ ഇറങ്ങി വന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും കർത്താവേ ദൈവനാമ മഹത്വമായി തീരേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്ന തന്റെ ജനത്തെ എല്ലാം ഒരിക്കൽ കൂടി അപ്പന്റെ പാദപീഠത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പാ. ഭാരത്തോടെ കടന്നു വന്നവർ ഇന്ന് രാത്രികാലം ഭാരം വിട്ടു മടങ്ങി പോകുവാൻ, രോഗികളായി കടന്നു വന്നവർ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിച്ച് മടങ്ങി പോകുവാൻ ഹല്ലേലൂയ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ. ഹല്ലേലൂയ. എല്ലാ ശുശ്രൂഷകളും ചെയ്തെടുപ്പാൻ ഞങ്ങളുടെ ദേവദാസനെ കർത്താവ് ബലപ്പെടുത്തിക്കാട്ട്, ശക്തീകരിച്ചാട്ട് കർത്താവേ. ദേവദാസനെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ
മാറാകണമേ. ദൈവത്തിന്റെ കൃപയുടെ നിറവിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ സ്വർഗം തന്റെ ദാസരെ ബലപ്പെടുത്തിക്കാട്ടെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവദാസിക്കായി കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദൈവസഭയുടെ പ്രാർത്ഥന തന്റെ മക്കൾക്ക് ഏറ്റവും അനുഗ്രഹമായി വിടുതലുകളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കടന്നു വന്ന തന്റെ ജനത്തെ എല്ലാം ഒരിക്കൽ കൂടി അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്ത് കർത്താവിന്റെ കൃപയുടെ മറവിൽ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അപ്പന്റെ ചിറകടിയിൽ മറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളെല്ലാം കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കുന്ന കർത്താവേ, ദൈവമേ അപ്പാ അങ്ങേ ആരാധിക്കുവാൻ കർത്താവേ, ദൈവം യേശുവിച്ച ദൈവം തന്നായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്ന കർത്താവേ, ദൈവത്തോട് നടക്കുന്ന ദൈവം ആരാധനയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകൾ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പോൾ ആ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ദൈവം അപ്പോൾ ദൈവം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നിരിക്കുന്ന വചനങ്ങളെല്ലാം ദൈവം ജീവിതത്തിൽ വളരെയധികം കർത്താവേ ദൈവമേ ഞങ്ങൾക്ക് താങ്ങും. ദൈവമേ അപ്പാ ഹല്ലേലൂയ, മഹത്വം 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 ശക്തിയായി കൂടിയിരുന്ന് കർത്താവേ. ദൈവമേ അപ്പാ ഇന്ന് ദേവദാസൻ ദൈവമേ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഇടപെടണമേ കർത്താവേ. കേൾക്കുന്ന വചനങ്ങൾ ഗ്രഹിക്കുവാൻ ആ നല്ല മണ്ണിൽ വീഴുന്നത് പോലെ കർത്താവേ ദൈവം യേശുവിച്ച ദൈവം അത് ഫലം കായ്ക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇരട്ടി ഫലമായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കുഞ്ഞുങ്ങൾ ദൈവം ആരാധിക്കുന്ന ദൈവം സഹായിച്ചുള്ള കർത്താവേ, അവരെല്ലാവരും ആത്മാവിൽ ആരാധിക്കുവാൻ അന്യഭാഷകൾ ദൈവം അവർ പ്രവചിക്കുന്നത് കാണുവാൻ ദൈവം ഇടയ ദിവസങ്ങളിലെ ദൈവം ഇടയാക്കണമേ കർത്താവേ. ഞങ്ങൾ ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം പ്രവചിക്കുന്നതും അന്യഭാഷയിൽ ആരാധിക്കുന്ന കർത്താവേ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യമാവുന്നത് കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലൂടെ ദൈവമേ അത് പ്രവർത്തനം കാണുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് അത് ദൈവം യേശുവിച്ച വരും ദിവസങ്ങളിൽ ദൈവം അത് സംഭവിക്കുമെന്ന് ഞങ്ങൾ ദൈവം ഉറച്ചു വിശ്വസിക്കുന്ന കർത്താവേ. ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കുഞ്ഞുങ്ങൾ സംസാരിക്കട്ടെ കർത്താവ്. കുഞ്ഞുങ്ങൾ നാവിൽ ദൈവം തുടരണമേ കർത്താവേ. ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവേ. ദൈവമേ കഴിഞ്ഞ നാളുകൾക്കും അപ്പുറമായി ദൈവം പുതുക്കത്തോടെ കർത്താവേ ദൈവം യേശുവിച്ച ദൈവം കാത്തിരിപ്പാൻ ദൈവം മണവാട്ടിയായ കർത്താവിന്റെ വരവിന് വേണ്ടി ദൈവം ഒരുങ്ങിയിരിപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ സിംഹാസനം കാത്തിരിക്കുന്നില്ല കർത്താവേ. ദൈവം അപ്പാ ദൈവം അങ്ങയുടെ സിംഹാസനം പോലെ ദൈവം സ്വർഗീയമായ ദൈവം ഇവിടുന്ന് പോകുന്ന ഓരോരുത്തരുടെ ദൈവം കർത്താവേ ആ സ്വർഗീയമായ അവസ്ഥയിലൂടെ കടന്നു പോകുവാൻ കർത്താവേ ദൈവം ഇടയാക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവം ലോകത്തിന്റെ ദുഷ്ടതകളൊന്നും കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം തൊടാതെ വേണം ദൈവം സൂക്ഷിക്കണമേ കർത്താവേ. മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവം ഞങ്ങളുടെ ചിന്തകൾ കർത്താവേ ദൈവം ഞങ്ങൾക്ക് ദൈവം ദേഷ്യം വരുമ്പോൾ കർത്താവ് ഞങ്ങളുടെ ഏത് മേഖലകളിലും കർത്താവേ നിങ്ങൾ ഞങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യുവാൻ കർത്താവ് ആത്മാവിൽ സഹായിക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ സന്തോഷത്തിൽ ദൈവങ്ങളോട് കൂടിയിരിക്കണമേ, ഞങ്ങളുടെ വിഷമത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടിയിരിക്കണമേ കർത്താവേ. എടുക്കുന്ന തീരുമാനങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടിയിരിക്കണമേ കർത്താവേ. ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പല സാക്ഷ്യങ്ങളും കർത്താവേ ഞങ്ങളുടെ ദൈവം അപ്പാ ഹല്ലേലൂയ ഞങ്ങളുടെ നാമത്തെ മഹത്വത്തിന് കാരണമായി തീർന്നുള്ള കർത്താവേ. ഇന്നും ദൈവം വരുന്ന ആഴ്ചകളിലെല്ലാം ദൈവം ജീവിക്കുന്ന ദൈവത്തിന്റെ ദൈവ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ദൈവം ഞങ്ങളുടെ ദൈവം സഹായിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷ ദൈവം ഭയഭക്തിയോടും ആരാധനയോടും കൂടെ ദൈവത്തിന് മുമ്പാകെ ആയിരിക്കാൻ ദൈവം ഇടയാക്കണമേ കർത്താവേ. വചനങ്ങൾ ആ ദൈവം നിറയ്ക്കണമേ കർത്താവേ. ദൈവദാസനെ ദൈവം ഉപയോഗിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് തന്നെ നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. രാത്രികാലത്തെ തുടർന്നുള്ള മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായി 12-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. അവസാനത്തെ 2 വാക്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് വായിച്ച് ദൈവത്തെ സ്തുതിക്കാം. സാംസ് 12, 12-ാം സങ്കീർത്തനം. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. സംസാരിക്കുന്നു, കപടമുള്ള ആദരത്തോടും ഇരുമനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു. കപടമുള്ള ആദരങ്ങളെയൊക്കെയും വമ്പ് പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും. ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ ആദരങ്ങൾ ഞങ്ങൾക്ക് തുണ, ഞങ്ങൾക്ക് യജമാനാരെന്ന് അവർ പറയുന്നു. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവയുടെ വചനങ്ങൾ യഹോവേ, നീ അവരെ കാത്തുകൊള്ളും, ഈ തലമുറയിൽ നീ അവരെ സൂക്ഷിക്കും. മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദമെടുത്ത് താണിരിക്കാം. കുറച്ച് സഹോദരിമാരെ ഹല്ലേലൂയ. ഒരു വലിയ വെക്കേഷൻ കഴിഞ്ഞ് സ്തോത്രം, പ്രൈസ് ലോർഡ്. ജോലിക്ക് പോകാനുള്ള സമയമൊക്കെ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുക. സ്തോത്രം, പ്രൈസ് ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കടന്നുപോയ സ്ഥാനങ്ങളിൽ ആമേൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. സ്തോത്രം. ആപത്തനത്വങ്ങളൊന്നും കൂടാതെ കർത്താവ് നമ്മെ എല്ലാവരെയും സൂക്ഷിച്ചതിനായിട്ട് നന്ദിയുള്ളവരായി നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവചനത്തെ ഞാൻ അറിയിക്കുകയാണ്. സ്തോത്രം. സങ്കീർത്തനം 12 നാം പലപ്പോഴും വായിച്ച് കേട്ടിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. സ്തോത്രം, ഹല്ലേലൂയ. എങ്കിൽ തന്നെയും ഇന്ന് രാത്രികാലം വീണ്ടും കർത്താവ് ഈ സങ്കീർത്തനത്തിൽ കൂടെ നമ്മോട് ഇടപെടേണ്ടതിനായി, നമ്മോട് സംസാരിക്കേണ്ടതിനായിട്ട് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. അതിൻ്റെ ആദ്യ വാക്യം വായിക്കുന്നത്, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. സ്തോത്രം, പ്രൈസ് ലോർഡ്. അവിടെ 1-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിലുള്ള കുറവാണ്. സ്തോത്രം, പ്രൈസ് ലോർഡ്. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഭക്തന്മാരില്ലാത്ത ഒരു കാലഘട്ടം. സ്തോത്രം, പ്രൈസ് ലോർഡ്. വിശ്വസ്തന്മാർ തുലവും കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവത്തിൻ്റെ മക്കൾ എത്തപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം, പ്രൈസ് ലോർഡ്. മലാഖി പ്രവചനം നാം വായിക്കുമ്പോൾ അവിടെ മലാഖി പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ യജമാനനെങ്കിൽ. അതിന് ആ വാക്യം ഒന്നെടുത്ത് വായിച്ചായിട്ട്. മലാഖി പ്രവാചകൻ, മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലയോ? ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ, സ്തോത്രം, പ്രൈസ് ലോർഡ്. അവൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. പുരോഹിതന്മാരോടാണ് ചോദിക്കുന്നത്. അപ്പം നമ്മളോട് ആരോടും അല്ല. സ്തോത്രം, പ്രൈസ് ലോർഡ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, പുതിയ നിയമ സഭയിൽ ദൈവം, ആമേൻ, സ്തോത്രം, എല്ലാവരെയും രാജാക്കന്മാരും പുരോഹിതന്മാരുമായി തിരഞ്ഞെടുത്തിരിക്കുക. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമത്തെ തുച്ഛീകരിപ്പാൻ ദൈവം ആരെയും അനുവദിച്ചു കൊടുത്തിട്ടില്ല. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന, മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. അറ്റ്ലീസ്റ്റ് നമ്മുടെ അപ്പന്മാർക്ക് കൊടുക്കുന്ന ബഹുമാനം നമ്മുടെ കർത്താവിന് നാം കൊടുക്കണം. സ്തോത്രം, പ്രൈസ് ലോർഡ്. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ? സ്തോത്രം. ബഹുമാനവും ഭക്തിയും അത് പ്രദർശിപ്പിക്കുവാനുള്ളതാ. സ്തോത്രം, ആമേൻ. ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന പ്രമാണങ്ങളെ വിട്ടുള്ള ബഹുമാനം അത് ദൈവം അംഗീകരിക്കത്തില്ല. സ്തോത്രം, പ്രൈസ് ലോർഡ്. നമുക്കറിയാം, ദൈവത്തെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞ് ലോകത്തിന് പല ഭാഗത്തായി പല ആരാധനക്കൂട്ടങ്ങൾ പൊങ്ങി വന്നിട്ടുണ്ട്. അവിടെയൊക്കെയും സ്തോത്രം, ദൈവത്തിന് വസിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള സംഗതികളൊക്കെ വെളിപ്പെട്ടു വരുമ്പോൾ ഇന്ന് രാത്രികാലം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ആമേൻ, സ്തോത്രം, ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. വളരെ ഭക്തിയോടെ, വളരെ ദൈവഭയത്തോടുകൂടെ നാം ഓരോരുത്തരും ദൈവസന്നിധാനത്തിൽ ആയിരിക്കണം. യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. സ്തോത്രം. ഭക്തന്മാർ ഇല്ലാതെ പോയാൽ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ ആമേൻ കുറഞ്ഞു പോയാൽ പിന്നെ അടുത്ത ഘട്ടം എന്താണെന്നറിയാമോ? നോഹയുടെ കാലം പോലെ
സംഭവിക്കുവാൻ ഇടയാകും. ആമേൻ, സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം ഒന്ന് വായിച്ചാട്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ, മനുഷ്യരിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകുമെന്ന് അരുളി ചെയ്തു. അക്കാലത്ത് ഭൂമിയിൽ മലന്മാർ ഉണ്ടായിരുന്നു. അതിന് 5-ാം വാക്യം മുതൽ വായിച്ചാട്ട്. മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവന്റെ ഹൃദയത്തിൽ ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചുള്ള മനുഷ്യനെ ഭൂമിയിൽ നശിപ്പിച്ചു കളയും. ഹല്ലേലൂയ. വിശ്വസ്തന്മാർ കുറഞ്ഞു പോയാൽ, ഭക്തന്മാരില്ലാതെ പോയാൽ ദൈവം ഭൂമിയിൽ നിന്ന് മനുഷ്യനെ നശിപ്പിച്ചു കളയും. അതിനുള്ള സമയം അടുത്തിരിക്കുക. സ്തോത്രം. നമുക്കറിയാം, ഹല്ലേലൂയ, ഇന്ത്യ മഹാരാജ്യത്തിൽ ഏറ്റവും കൂടുതൽ സുവിശേഷീകരണം നടന്നിട്ടുള്ള ഒരു ദേശമാണ് കേരളം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവഭക്തിയില്ലാത്ത, ദൈവഭയമില്ലാത്ത, വിശ്വസ്തതയില്ലാത്ത ഒരു തലമുറ അവിടെ എഴുന്നേറ്റ് കഴിഞ്ഞു. സ്തോത്രം. അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളായ വന്യമൃഗങ്ങളൊക്കെയും നാടുകളിലേക്ക്, നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന സ്തോത്രം സംഭവങ്ങളൊക്കെയും നമ്മുടെ ദേശത്ത് കണ്ടു തുടങ്ങിക്കഴിഞ്ഞിരിക്കുക. സ്തോത്രം. പാപമുള്ള ദേശത്തിന്മേൽ യഹോവയുടെ ദൃഷ്ടി ഇരിക്കുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ദേശത്തെ ഓർത്ത് വളരെ കരയണം. സ്തോത്രം. നമ്മുടെ ദേശത്തെ ഓർത്ത് വളരെ പ്രാർത്ഥിക്കണം. സ്തോത്രം. ദൈവം നമ്മുടെ ദേശത്തെ നശിപ്പിക്കുന്നതിന് മുമ്പ് ഇടിവിൽ നിൽപ്പാൻ ദൈവം ചിലരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 തീമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. മനുഷ്യ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദേശികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യങ്ങൾ ഓരോന്നോരോന്നായി നാം എടുത്തു വായിച്ചു നോക്കിയാൽ നമുക്കറിയാം, മനുഷ്യർ സ്വസ്നേഹികളായി തീർന്നിരിക്കുന്ന ഇതുപോലൊരു കാലഘട്ടം വേറെ എങ്ങുമില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ പോലും ഹല്ലേലൂയ കൊന്നുമുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. ദ്രവ്യാഗ്രഹികളായി മനുഷ്യർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പണസമ്പാദനത്തിന് വേണ്ടി ഏത് മാർഗവും സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുക നമ്മുടെ ദേശത്തെ ജനം. സ്തോത്രം. നമുക്കറിയാം, ഹല്ലേലൂയ, മദ്യപാനം, അതുപോലെ തന്നെ സ്തോത്രം ലഹരി വസ്തുക്കൾ സ്കൂളുകളിലും കോളേജുകളിലും ഹല്ലേലൂയ കൊണ്ടുചെന്ന് കൊടുത്ത തലമുറയെ മുഴുവനും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. സ്തോത്രം. അതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? ദ്രവ്യാഗ്രഹം. സ്തോത്രം. അന്യൻ്റെ മക്കൾ എങ്ങനെയായാലും കുഴപ്പമില്ല, എനിക്ക് കുറേ പണം സമ്പാദിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
നമ്മുടെ ചെറുപ്പകാലത്ത് കേൾവി പോലുമില്ലാത്ത പല സംഭവങ്ങളും ഇന്ന് കേരളക്കരയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് പോലും സ്തോത്രം ലഹരി വസ്തുക്കൾ കൊടുത്ത് അവരെ അവരുടെ അടിമകളാക്കി തീർത്തുകൊണ്ടിരിക്കുക. സ്തോത്രം. വമ്പ് പറയുന്നവര്, സ്തോത്രം, അഹങ്കാരികള്, ദൂഷകന്മാര്, അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത തലമുറ. സ്തോത്രം. നമുക്കറിയാം, കുഞ്ഞുങ്ങളെ സ്തോത്രം ശാസിക്കാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങളെ ശാസിച്ചു കഴിഞ്ഞാൽ അവർ എന്താ പോയി ചെയ്യുന്നതെന്ന് പോലും ആർക്ക് ചിന്തിക്കാത്ത വിധത്തിൽ ഹല്ലേലൂയ പൈശാചികൻ കുഞ്ഞുങ്ങളെ പോലും അപഗ്രഥിച്ചു കഴിഞ്ഞിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ തലമുറകളെ ഓർത്ത് വളരെ പ്രാർത്ഥിക്കണം. സ്തോത്രം. 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഒക്കെ കഴിഞ്ഞ് ഈ ദേശത്ത് നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പോയി കഴിയുമ്പോൾ സ്തോത്രം ചിറക് വെച്ച പക്ഷികളെ പോലെ അവർ ആയിത്തീരും. സ്തോത്രം. അവിടെ അവരെ നിയന്ത്രിക്കാൻ ആരും കാണത്തില്ല. പൈശാചിക ശക്തിയുടെ പിടിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളായി പോകാതിരിക്കേണ്ടതിന് വളരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വളരെ അവർക്ക് വേണ്ടി കരയണം. അവരെ മോണിറ്റർ ചെയ്യുവാൻ ആരെയെങ്കിലുമൊക്കെ അവിടെ ആക്കി വയ്ക്കണം. സ്തോത്രം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ അകപ്പെട്ടാൽ അത് മറച്ചു വയ്ക്കാതെ നിങ്ങളുടെ മാതാപിതാക്കളോട് സ്തോത്രം, നിങ്ങളുടെ സഹോദരങ്ങളോട് അത് പറയണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് വന്ന് എത്തിക്കഴിഞ്ഞിരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. സ്തോത്രം. ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരും ആയിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഭക്തിയുടെ വേഷം ധരിച്ച് അനേകര് നമ്മെ വശീകരിപ്പാൻ, നമ്മെ പാപത്തിലേക്ക് നയിക്കുവാൻ, നമ്മുടെ വിരുദ്ധേറ്റ് കളയുവാൻ അനേകര് നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരും. അവരെയൊക്കെയും വിട്ടൊഴിയണം മനഃപൂർവ്വമായിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുത്തപ്പോൾ പറയുവാനിടയായി, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. സ്തോത്രം. പിശാചിനെയോ പിശാചിൻ്റെ ദൂതന്മാരെയോ സ്തോത്രം സ്നേഹിക്കുവാൻ നമ്മൾ തയ്യാറാകരുത്. താലോലിക്കുവാൻ നമ്മൾ തയ്യാറാകരുത്. നോ പറയേണ്ടിടത്ത് നോ പറയണം. സ്തോത്രം. എതിർത്ത് നിൽക്കേണ്ടിടത്ത് എതിർത്ത് നിൽക്കണം. എങ്കിൽ മാത്രമേ ഈ അന്തിമ കാലഘട്ടത്തിൽ ക്രിസ്തീയ ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ എനിക്കും നിങ്ങൾക്കും നമ്മുടെ തലമുറകൾക്കും കഴിയുകയുള്ളൂ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിലേക്ക് ഒന്ന് കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തി 10:1-2. കൈസരിയിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപനുണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. സ്തോത്രം. കൈസരിയിൽ ഇറ്റാലിക്ക എന്ന പട്ടണത്തിൽ സ്തോത്രം കൊർന്നല്യോസ് എന്ന പേരുള്ള സ്തോത്രം ഇറ്റാലിക്ക എന്ന പട്ടാളത്തിൽ അതൊരു ഗ്രൂപ്പാണ്. സ്തോത്രം. പടയാളികളുടെ ഒരു ഗ്രൂപ്പാണ്. അതിൽ 100 പേർക്ക് അധിപതിയായ ഒരു പട്ടാളക്കാരൻ. അത് കൈസരിയിലാണ്. സ്തോത്രം. അവൻ പാർത്തിരുന്ന ജാതികനായിരുന്നു. അവൻ യഹൂദനായിരുന്നില്ല. എങ്കിൽ തന്നെയും അവൻ ഭക്തനും അവന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവരുമായിരുന്നു. സ്തോത്രം. ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് അതാണ്. സ്തോത്രം. ഭക്തന്മാർ നാം ആയിരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തോട് ചേർന്ന് ദൈവത്തെ നാം ഭയപ്പെടുന്നവരായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ
ദൈവിക വിഷയങ്ങൾ നാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അവർ എത്ര നിർബന്ധം പഠിച്ചാലും അരുതാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ അവരെ അനുവദിച്ചു കൊടുക്കരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നോ പറയേണ്ടിടത്ത് നോ പറയണം. സ്തോത്രം. വടി ഉപയോഗിക്കേണ്ടിടത്ത് വടി ഉപയോഗിക്കണം. സ്തോത്രം. മകനെ ശിക്ഷിച്ച് വളർത്തണം, മകളെ ശിക്ഷിച്ച് വളർത്തണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. തൻ്റെ ഭക്തന് തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നു. സ്തോത്രം. 3-ാം വാക്യം ഇത് വായിച്ചാട്ട്. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. സ്തോത്രം. ദൈവത്തെ ഭയപ്പെടുന്നവനും ഭക്തനുമായ ഒരു ദൈവവേദന മാത്രമേ ആരെ കാണാൻ കഴിയത്തുള്ളൂ? ദൈവദൂതനെ കാണുവാൻ കഴിയുകയുള്ളൂ. കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. തന്റെ പേര് വിളിച്ച് സ്തോത്രം തന്നോട് ചില കാര്യങ്ങൾ അവിടെ പറയുകയാണ്. അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവൻ അവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരല്ല നമുക്ക് സാക്ഷ്യം പറയേണ്ടത്. സ്തോത്രം. നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടത്. പിന്നെയോ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ നല്ല പ്രവൃത്തികളും ത്തിന് സാക്ഷ്യം പറയേണ്ടത് ആരാണ്? ആമേൻ. ദൈവമാണ്. സ്തോത്രം. ദൈവം തൻ്റെ ദൂതനെ അയച്ച് ആമേൻ തന്നോട് പറയുകയാണ്. സ്തോത്രം. നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. അവൻ ശിമോൻ എന്നിവരോടുകൂടെ പാർക്കുന്നു. അവന്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരിൽ 2 പേരെയും തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയെയും വിളിച്ച് സകലവും വിവരിച്ചു പറഞ്ഞ് യോപ്പയിലേക്ക് അയച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില കാര്യങ്ങൾക്ക് ചിലരെ നാം പറഞ്ഞയക്കുമ്പോൾ സ്തോത്രം അവർ എങ്ങനെയുള്ളവരായിരിക്കണം? അവർ ദൈവഭയവും ഭക്തിയും ഉള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവരോട് മാത്രമേ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവഭക്തനായ ആമേൻ സ്തോത്രം ആ ശതാധിപൻ ഹല്ലേലൂയ കൊർന്നല്യോസിന്റെ അടുക്കലേക്ക് ദൂതനെ അയക്കുന്നു. കാരണം കൊർന്നല്യോസിന്റെ ഹൃദയത്തിൽ ഒരു വലിയ വാഞ്ച ഉണ്ടായിരുന്നു. ആമേൻ. എന്താണ് ആ വാഞ്ച? കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ഉള്ള രക്ഷ പ്രാപിക്കണം. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരുപക്ഷെ ഈ കൊർന്നല്യോസ് കേട്ട് കാണും. സ്തോത്രം. ഒരുപക്ഷെ എവിടെങ്കിലും വെച്ച് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പ്രസംഗിക്കുന്ന വചനങ്ങൾ കേട്ട് കാണും. അപ്പോൾ മുതൽ ഈ കൊർന്നല്യോസ് പ്രാർത്ഥിച്ചു തുടങ്ങിയതാണ്. സ്തോത്രം. ഈ പ്രസംഗം നേരിൽ കേൾക്കുവാനും സംശയ നിവൃത്തി വരുത്തുവാനും ഒരു സ്തോത്രം സാഹചര്യം ഒരുക്കി തരണമേ എന്ന്. സ്തോത്രം. ദൈവം തൻ്റെ പ്രാർത്ഥന കേട്ടു. ഭക്തനായ മനുഷ്യൻ, ദൈവഭയമുള്ള ആ മനുഷ്യൻ്റെ അടുക്കിലേക്ക് ദൈവം തൻ്റെ ദൂതനെ അയച്ചു. സ്തോത്രം. ഇന്ന് രാത്രികാലം എവിടെയായിരിക്കുന്ന ദൈവത്തിൻ്റെ ഭയത്തിലെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരുവാൻ നിനക്ക് വേണ്ടി ദൂതനെ അയക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ വിടുതൽ എവിടെയായിരിക്കുന്നു നിനക്ക് മനസ്സിലാക്കി തരുവാൻ അവൻ എവിടെ പാർക്കുന്നു. സ്തോത്രം. അവനെ വരുത്തി ആമേ പ്രാർത്ഥിച്ചാൽ നിനക്ക് വിടുതൽ ലഭിക്കുമെന്നുള്ള കാര്യം നിന്നെ അറിയിക്കുവാൻ വേണ്ടി ഒരു ദൂതൻ നിനക്ക് വേണ്ടി ദൈവം അയക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് അവിശ്വാസമുണ്ട്? സ്തോത്രം. ദൈവഭയത്തോടെ ദൈവഭക്തിയോടെ
ആമേൻ സ്തോത്രം. ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ നിൻ്റെ അടുക്കലേക്ക് നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരുവാൻ ദൈവം ദൂതനെ അയക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 22 വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ട്. സ്തോത്രം. നീതിമാനും ദൈവഭക്തനും അതിനവർ നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായ കൊർന്നല്യോസ് എന്ന ശതാധിപൻ. ആമേൻ സ്തോത്രം. അവിടെ ഒരു പ്രശ്നമുള്ളത് ഞാൻ പറയാം. സ്തോത്രം. തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ പാർക്കുന്ന ശീമോൻ എന്ന് മറുപേരുള്ള പത്രോസിന്റെ അടുക്കലേക്ക് സ്തോത്രം ഹല്ലേലൂയ നീ ആളയച്ച് അവനെ വരുത്തി അവങ്കിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്ക എന്ന് ദൂതൻ പറഞ്ഞുവെങ്കിലും സ്തോത്രം പത്രോസ് ജാതികളുടെ ഇടയിൽ പോയി സുവിശേഷം പറയത്തില്ല. കാരണം അവൻ കേട്ടിട്ടുണ്ട് യേശു ക്രിസ്തു വന്നത് അവൻ യഹൂദന്മാരുടെ വിടുതലിന് വേണ്ടിയാണ്. ജാതികളിലേക്ക് പോകുവാൻ അന്ന് സ്തോത്രം ഹല്ലേലൂയ യഹൂദന്മാരും ജാതികളും തമ്മിൽ ഇടകലരുന്ന സംഭവം ഉണ്ടായിരുന്നില്ല. സ്തോത്രം ഹല്ലേലൂയ. ജാതികളെ അവർ ഹല്ലേലൂയ ആമേൻ സ്തോത്രം താണജാതിക്കാരെ പോലെ കരുതിയിരുന്ന ഒരു കാലഘട്ടമാണ്. സ്തോത്രം. എന്നാൽ ജാതികളിൽ ദൈവഭയമുള്ളവനും ദൈവഭക്തിയുള്ളവനുമായ കൊർന്നല്യോസിനെ വിടുവിച്ചെടുക്കേണ്ടത് ആമേൻ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നത് കൊണ്ട് പത്രോസിന് ദൈവം ദർശനം കൊടുത്തു. സ്തോത്രം. നമുക്കറിയാം ഒരു തൂവെട്ടി ആമേൻ ഇറങ്ങി വന്നു. തിന്നരുതാത്ത പല തരത്തിലുള്ള ആമേൻ സ്തോത്രം ഇഴജാതികൾ ആമേൻ ഒക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ആ വാക്യം കൂടെ ഒന്ന് വായിച്ചു. 10-ാം വാക്യം. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവനൊരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിൽ ഇറക്കി വിട്ട ഒരു പാത്രം വരുന്നത് അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസേ, എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്നൊരു ശബ്ദമുണ്ടായി. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം 2-ാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് മലിനം എന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും അതിലുണ്ടായിരുന്നു. സ്തോത്രം. അശുദ്ധിയുള്ള മൃഗങ്ങളെയോ പക്ഷികളെയോ ഭക്ഷിക്കുകയില്ല എന്നുള്ള പ്രമാണമുള്ള പത്രോസിന് അത് തിന്നുവാൻ കഴിയുമായിരുന്നില്ല. സ്തോത്രം. എന്നാൽ ഈ ദർശനം കൊടുത്തത് ജാതികനായ ഒരുവനെ രക്ഷിക്കേണ്ടതിനായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാതെ ഇന്നത്തെ സ്തോത്രം പെന്തക്കോസ്തുകാരും ക്രിസ്ത്യാനികളും കൈ കിട്ടുന്നെല്ലാം വാങ്ങി വിഴുങ്ങിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ശുദ്ധമായതിനെയും അശുദ്ധമായതിനെയും തമ്മിൽ വേർതിരിക്കുക എന്നുള്ള പ്രമാണം നിലനിൽക്കുക തന്നെ. അശുദ്ധമായത് ദൈവം നിഷിദ്ധമെന്നെണ്ണിയത് ദൈവം അശുദ്ധമെന്നെണ്ണിയതിനെ ഭക്ഷിപ്പാൻ ദൈവമക്കൾ തയ്യാറാകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ വാക്യത്തിൻ്റെ മർമ്മം എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് ഭക്ഷണം കഴിക്കുന്ന വിഷയത്തെക്കുറിച്ച് കൊടുക്കുന്ന ദർശനമല്ല, പിന്നെയോ ജാതികളിലേക്ക് സുവിശേഷീകരണത്തിന് വേണ്ടി ഇറങ്ങിച്ചെല്ലുവാൻ പത്രോസ് കൊണ്ട് കൊടുക്കുന്ന ഒരു ആഹ്വാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം. ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊർന്നല്യോസ് അയച്ച പുരുഷന്മാർ ശീമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിൽക്ക് നിന്നു. പത്രോസ് എന്ന് മറുപേരുള്ള ശീമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു. പത്രോസ് ദർശനത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട്, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങി ചെല്ലുക. ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോടുകൂടി പോക എന്ന് പറഞ്ഞു. എന്തിനാ പോകാൻ പറഞ്ഞേ? അവരുണ്ടാക്കി വയ്ക്കുന്ന ഭക്ഷണം കഴിക്കാനാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കൊർന്നല്യോസിനോടും അവൻ്റെ ഭവനക്കാരോടും പോയി സുവിശേഷം പറയാൻ വേണ്ടി പത്രോസിനെ പരിശുദ്ധാത്മാവ്
ഗൈഡൻസ് കൊടുത്ത് അയക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഈ 22-ാം വാക്യം വായിച്ചാട്ട്. അതിന് അവർ നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടുവരുമായ കൊർന്നല്യോസ് എന്ന ശതാധിപന് നിന്നെ വീട്ടിൽ വരുത്തി ഒരു വിശുദ്ധ ദൂതനാൽ അരുളപ്പാടുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരെ അകത്ത് വിളിച്ചു പാർപ്പിച്ചു. പിറ്റേന്നാൾ എഴുന്നേറ്റ് അവരോടുകൂടി പുറപ്പെട്ടു. യോപ്പയിലെ സഹോദരന്മാർ ചിലരും അവനോടുകൂടി പോയി. പ്രൈസ് ലോർഡ്. അങ്ങനെ പത്രോസ് അവരോടുകൂടെ അജാതികന്റെ അടുക്കലേക്ക് പോയി സുവിശേഷം പറയുവാനും അവരെ മുഴുവനായി യേശു ക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാനും ഇടയായി. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ ഞാനെന്ത് ചെയ്യും? ദൈവഭക്തരായി ദൈവഭയമുള്ളവരായി ആമേൻ സ്തോത്രം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ജീവിച്ചാൽ ആമേൻ സ്തോത്രം നിശ്ചയമായ ദൂതൻ നമുക്ക് വേണ്ടി ഇറങ്ങും. സ്തോത്രം. പ്രൈസ് ലോർഡ്. ആമേൻ. സങ്കീർത്തനം 19:9 പറയുന്നു, യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്ക് നിലനിൽക്കുന്ന യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവ തന്നെ, അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. എന്തുവാ അത്? യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവ തന്നെ. യഹോവ ഭക്തി എങ്ങനെയുള്ളതാ? അത് നിർമ്മലമായത്, തേനിനേക്കാളിലും തേൻകട്ടയെക്കാളിലും മധുരമുള്ളതായ ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കണമെങ്കിൽ സ്തോത്രം ഒരു നിർമ്മല ഹൃദയമുള്ള ഭക്തന് മാത്രമേ കഴിയുകയുള്ളൂ. 111 സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യം വായിച്ചാട്ട്, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവനെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. സ്തോത്രം. ആമേൻ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സ്തോത്രം നല്ല ബുദ്ധി വേണോ? എന്തോ വേണം? യഹോവ ഭക്തി ഉള്ളവരായിരിക്കണം. ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്കൊന്നും നിങ്ങൾ തിരിഞ്ഞു പോകരുത്. സ്തോത്രം. ഈ ലോകത്തിൻ്റെ വസ്ത്രധാരണത്തിലേക്കോ ഈ ലോകത്തിൻ്റെ അലങ്കാരങ്ങളിലേക്കോ സ്തോത്രം നിങ്ങളാരും കടന്നു പോകരുത്. നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം നിങ്ങളെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് കൊണ്ടിട്ടാലും ജീവിപ്പാൻ നിങ്ങൾ തയ്യാറാകണം. സ്തോത്രം. സദൃശവാക്യം 10-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ യഹോവ ഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു, ദുഷ്ടന്മാരുടെ സംവത്സരങ്ങളോ കുറഞ്ഞു പോകും. സദൃശവാക്യം 14-26-27 വാക്യം വായിക്കുമ്പോൾ യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവന്റെ മക്കൾക്ക് ശരണമുണ്ടാകും. യഹോവ ഭക്തി ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കെണികളെ ഒഴിഞ്ഞു പോകും. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്ക് നിശ്ചയമായും ശരണമുണ്ടാകും. അവരെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് കർത്താവ് കൊണ്ടിട്ടാലും അവരെ സഹായിപ്പാൻ, അവർക്ക് വേണ്ടി തുണ നിൽക്കാൻ ദൈവം ചിലരെ അവിടെയൊക്കെ കൽപ്പിച്ചാക്കും. സ്തോത്രം. ഞാനും നീയും ദൈവഭക്തിയുള്ളവരായി ദൈവമുള്ളവരായി ഭയമുള്ളവരായി ജീവിച്ചാൽ മാത്രം മതി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. സങ്കീർത്തന ഭാഗത്തേക്ക് വീണ്ടും മടങ്ങി വരാം. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. മോശയെക്കുറിച്ച് ആമേൻ നാം പഠിക്കുമ്പോൾ, എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. സ്തോത്രം. ആമേൻ. 600,000 ആമേൻ ഇസ്രായേൽ ജനങ്ങളുടെ മധ്യേ സ്തോത്രം ഒരുവനെ ദൈവം കാണുകയാണ്, വിശ്വസ്തനായ ഒരു മനുഷ്യൻ. സ്തോത്രം. ഹല്ലേലൂയ. എബ്രായർക്ക് ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്, പ്രത്യാശയുടെ സ്വീകാരം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. സങ്കീർത്തനം 31-ന്റെ ആമേൻ 23 വായിച്ചാട്ട്, സങ്കീർത്തനം 31-ന്റെ 23, യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പീൻ, യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു. ആമേൻ. സ്തോത്രം. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു.
ദൈവമക്കളെ, വിശ്വസ്തന്മാർ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വസ്തന്മാരായി ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവ് സ്തോത്രം നമുക്കെല്ലാവർക്കും കൃപ നൽകുമാറാകട്ടെ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം കൊണ്ടത് വായിച്ചാട്ട്, അതിന് യജമാനൻ നല്ലവനും വിശ്വസ്തനും നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു. ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന അല്പത്തിൽ നാം വിശ്വസ്തരായി തീർന്നാൽ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് കുറച്ചേ ദൈവം തന്നിട്ടുള്ളെങ്കിലും ആമേ നമുക്കറിയാം, ഹല്ലേലൂയ, 2 കാശുള്ള വിധവ ആമേ സ്തോത്രം സ്വോത്രകാഴ്ച ഇട്ടു, സ്തോത്രം. അപ്പോൾ ധനവാനായ ഒരു മനുഷ്യൻ ആമേ അവളോട് കൂടെ വന്നിട്ട് 1 കെട്ട് നോട്ടെടുത്ത് സ്വോത്രകാഴ്ച ഇട്ടു. ദൈവം ആരുടെ ആമേ സ്വോത്രകാഴ്ചയില്ല പ്രസാദിച്ചേ? ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആ 2 കാശിട്ട വിധവയുടെ കാരണം എന്താണെന്നറിയാമോ? അവൾക്കുള്ളതെല്ലാം കൊണ്ടും കിട്ടും, സ്തോത്രം. അവൾക്ക് വേറെ 1 ഗ്ലാസ് വെള്ളം പോലും കുടിക്കാനുള്ള പൈസ അവളുടെ കയ്യിൽ ഇല്ലായിരുന്നു, സ്തോത്രം. പ്രൈസ് ലോർഡ്. കർത്താവിന് കൊടുക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായത് കൊടുപ്പാൻ വ്യവസ്ഥ പ്രകാരം നമുക്ക് ദൈവം വ്യവസ്ഥ തന്നിട്ടുണ്ട്. ആ വ്യവസ്ഥ നാം കീപ്പ് ചെയ്യുന്നവരായിരിക്കണം, സ്തോത്രം. അതിന് യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ, ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നവരോ അവർ വിശ്വസ്തന്മാരായിരിക്കണം, സ്തോത്രം. ആമേൻ. 1 തെസ്സലോനിക്കർ ലേഖനം 5-ാം അധ്യായം 24-ാം വാക്യം കൊണ്ടൊന്ന് വായിച്ചാട്ട്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനല്ലോ, അവനത് നിവർത്തിക്കും, സ്തോത്രം. നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ വാഗ്ദത്തം ചെയ്തത് ഒക്കെയും തരുവാൻ മതിയായവനായ ദൈവമാണ്. വാക്ക് പറഞ്ഞാൽ മാറാത്ത കർത്താവാണ്, സ്തോത്രം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, ആമേ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ആമേൻ, എന്നാൽ ഞാൻ ജീവൻ്റെ കിരീടം നിനക്ക് തരും. അതേ ദൈവമക്കളെ, നമ്മുടെ ലക്ഷ്യം അതാകട്ടെ, സ്തോത്രം. ആ ജീവൻ്റെ കിരീടം എങ്ങനെയെങ്കിലും പ്രാപിക്കണമെന്നുള്ള ആ വലിയ വാഞ്ചയോടെ ദാഹത്തോടെ ഈ ദിവസങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്പസമയം സാക്ഷ്യത്തിനായിട്ട് വേർതിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ മുന്നോട്ട് കടന്നു വന്ന് വാക്യം പറഞ്ഞതിന് ശേഷം ഹല്ലേലൂയ സാക്ഷി പറയുവാനുള്ളവർക്ക് സാക്ഷ്യം പറയുവാനുള്ള സമയമുണ്ട്. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. Surely my God is strength of my soul. Your love defends me. Your love defends me. And when I feel like all alone, your love defends me. Your love defends me. And praise Lord, Acts 4:12, and there is salvation in no one else, for there is no name under heaven given among men by which we must be saved. Amen. ആമേൻ. Praise Lord, even though I walk through the darkest valley, I'll fear no evil, for you're with me, your rod and the staff, they comfort me. Praise the Praise Lord. Lord. Thank you, Lord, for a wonderful day. Thank you, Lord, for helping me. And He make me walk on my high heels. Praise the Lord. Hebrews 3:19. Please pray for me and my parents. Praise Lord. ആമേൻ. എല്ലാ കാലത്തും വായിട്ടും വന്നത്തോടെ എപ്പോഴും നാവിൻ്റെ പാലും ഇരിക്കണം. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. Psalms 117 verse 1. Oh, praise the Lord, of thy nation, praise him, praise of all thy people. And I will be glad and exalt you. I will sing praise to you, O Most High. Psalms 9 verses 2. ആമേൻ. 1 Corinthians 1 verse 27, but God had chosen the foolish things of the world to confound the weak things, and God had chosen the wise things of the world to confound the things which are mighty. Praise the Lord. I will bless the Lord at all times. Psalms 34 verse 1.
Please pray for me and my family. Praise the Lord. For with God nothing shall be impossible. Luke 1 verse 37. Praise the Lord. Be kind to one another. Ephesians 4 verses 32. Please pray for me and my family. Praise the Lord. Praise the Lord. God is my refuge and my strength, very present help in trouble. Psalms 46 verses 1. Please pray for me. Amen. I can do all things through Christ who strengthens me. Amen. Please pray for me and my family. Praise the Lord. പറഞ്ഞോ. എന്താണ് എല്ലാവരും എനിക്ക് വേണ്ടി കത്തിക്കണം. അല്ലേ? ആമേൻ. സ്തോത്രം. Praise the Lord. Matthew 25 verse 13. Therefore keep watching, because you don't know day or hour. Praise the Lord. Arise and shine, for the light and the glory of the Lord rise upon us. Isaiah 60 verse 1. Praise the Lord. Romans 13 verses 12. The night is far gone and the day is at hand, so let us cast off the works of darkness and put on the armor of light. ആമേൻ. കഴിഞ്ഞോ? ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് സ്തോത്രം ചെയ്യാം. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ അനന്യരും നിഷ്കളങ്ക മക്കളുമായി വളർന്നു വരുവാൻ കുഞ്ഞുങ്ങൾക്കെല്ലാം കർത്താവ് കൃപ കൊടുക്കേണ്ടതിനായി ദൂരത്തും ചാരത്തുമായി കുഞ്ഞുങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി അവരുടെ ആത്മീയ മണ്ഡലം, അവരുടെ ഭൗതിക ശാരീരിക മാനസിക മണ്ഡലങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിച്ച് ക്ഷേമത്തോടെ അവരെ നടത്തേണ്ടതിനായി കുഞ്ഞുങ്ങളുടെ ഭാവിയെല്ലാം കർത്താവ് അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായി കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ജീസസ്. സാക്ഷി നിൽക്കാം. Hallelujah, Jesus. Amen. Praise the Lord. Amen. യശൂരന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യശൂരന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. നമ്മെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. നമ്മെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അവൻ അന്ത്യൻ. യശൂരന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യശൂരന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവൻ അവൻ മാത്രമേ. രാജാതി രാജാവും കർത്താതി കർത്താവും
നമ്മുടെ സങ്കീർത്തനം വായിച്ചു കേൾപ്പാൻ കർത്താവ് സഹായിച്ചുവല്ലോ. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ആമേൻ, സ്തോത്രം. വിശ്വസ്തന്മാർ കുറയാതെ വണ്ണം, ഭക്തന്മാർ വർദ്ധിച്ചു വരത്തക്കവണ്ണം കർത്താവ് ദേശത്തോട് കരുണ തോന്നേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഭക്തന്മാരായി വിശ്വസ്തന്മാരായി അന്ത്യത്തോളം കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കാം, ഏൽപ്പിക്കാം. സാക്ഷ്യവാദിൽ കൊണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചുള്ള വിഷയങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. വിവിധ വിഷയങ്ങളുടെ മുഖത്തായിരിക്കും സഹോദരങ്ങളുണ്ടല്ലോ, അവരുടെ എല്ലാ വിഷയത്തിന്മേൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവേഷ്ടമായാൽ ആമേ സാജമുതലും കുഞ്ഞുങ്ങളുമായിട്ട് 9-ാം തീയതി കടന്നു വരുന്നവരുടെ യാത്രയും ആമേ സുജോന്റെ മാതാപിതാക്കളുടെ യാത്രയും കർത്താവ് അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സോണിമുതൽ നാട്ടിലായിരിക്കുന്നു, ചില ദിവസങ്ങൾ അവിടെ ആയിരിക്കുന്നതിൻ്റെ ജീവിതത്തിലും അനുഗ്രഹവും വിടുതലുമായി തീരട്ടെ. സ്തോത്രം. ആമയെ തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അർപ്പിക്കപ്പെട്ട സ്തോത്ര കാഴ്ചയ്ക്കായി ദശാംശത്തിനായി ദൈവത്തെ സ്തുതിക്കാം. അമൃതി കുലുക്കി വലിയൊരളവിൽ കർത്താവ് മടി കൊടുത്ത് എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. തുടർന്നുള്ള ശുശ്രൂഷ വഹിച്ചുകൊണ്ട് അജേഷ് പ്രാർത്ഥിച്ചാട്ട്. അല്പസമയം അങ്ങനെ സന്നിലായിരിക്കാൻ ഒരിക്കൽ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, അങ്ങേ പാടുവാനും ആരാധിപ്പാനും സ്തുതിപ്പാനൊക്കെ ഞങ്ങൾ കൃപ തന്നതിനായി സ്തോത്രം കർത്താവേ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവേ. കേട്ട സാക്ഷ്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പ്രാർത്ഥന വിഷയങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. സുജബ്രദറിൻ്റെ മാതാപിതാക്കൾ കടന്നു വരുന്ന കർത്താവേ, അതിനുവേണ്ടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യാത്രയുടെ എല്ലാ കാര്യങ്ങളും കർത്താവ് കൂടിയിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അവരെ കണ്ട് സന്തോഷിക്കുവാനൊക്കെ ഞങ്ങൾക്ക് കൃപ തരണം കർത്താവ്. ഞാൻ കൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കും കർത്താവേ. സാജൻ കുടുംബമായി മടങ്ങി വരുന്നത് പറയടേയായി കർത്താവേ. അവർ യാത്രയെല്ലാം കർത്താവ് കൂടിയിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സോണി വ്രതനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദിനദാസൻ നാട്ടിലായിരിക്കുന്ന കർത്താവേ, ദിനദാസനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കടന്നു വന്നതിൽ ജനത്തെ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവേ. പലവിധമായ വിഷയങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന അവരെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നന്ദിയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ. ജോലിയുടെ ജോലിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നവരുണ്ട് കർത്താവേ, അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അനവധി കർത്താവേ ഹാലലിയ പ്രയാസങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട് കർത്താവേ. നുറുങ്ങിയ ഹൃദയങ്ങളോട് കടന്നു വന്നവരുണ്ട് കർത്താവേ. കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്നത്തെ ഹാലലിയ ആരാധന കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ കർത്താവേ, പുതിയ സന്തോഷത്തിൽ സ്വർഗീയ സമാധാനം പ്രാപിച്ചവരെ മടങ്ങി പോകുവാൻ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും കർത്താവ്. കടന്നു എല്ലാ സഹോദരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവേ. ഇന്ന് ആരെങ്കിലും രോഗികളായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവേ, യഥാർത്ഥമായി സ്വർഗത്തിന്റെ കരം നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പൂർണ്ണ സൗഖ്യത്തോടെ മടങ്ങി പോകുവാൻ വിട്ട് മടങ്ങി പോകുമ്പോൾ പൂർണ്ണ സൗഖ്യം യാവരിപ്പാൻ കർത്താവേ. അങ്ങനെ അടിപ്പിണര സൗഖ്യം വന്നിരിക്കുന്ന കർത്താവേ. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കും കർത്താവേ. പൂർണ്ണ സൗഖ്യം പ്രാപിച്ചുകൊണ്ട് മടങ്ങിപ്പോവാൻ സ്വർഗം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അല്പസമയം കർത്താവേ അങ്ങയുടെ തിരുവചനവുമായി കർത്താവേ ഹാലലി ഞങ്ങൾ ഇരിക്കുമ്പോൾ കർത്താവേ ഹാലി ശക്തമായി നിരദാസനോട് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും കർത്താവേ. ഞങ്ങളുടെ നിത്യതയിലേക്ക് കർത്താവേ യാത്രയിൽ തടസ്സമായി ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെയും കുറവുകൾ ഉണ്ടെങ്കിൽ കർത്താവേ അത് നികത്തുവാൻ കർത്താവ് വചനത്തിൽ കൂടി ഞങ്ങൾ ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ ഒരുക്കിയെടുത്ത് വചനങ്ങളാക്കി മാറ്റണമേ കർത്താവേ. മൂർച്ചയുള്ള ആയുധങ്ങളായി കർത്താവേ ഓരോരുത്തരെയും മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ. ഈ വചനം ഞങ്ങളോട് സംസാരിക്കണമേ, ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അല്പസമയം ഞങ്ങളുടെ സന്നിലായിരിക്കുമ്പോൾ ഏകാഗ്രതയോടെ ഭക്തി നിർഭയത്തോടെ ദൈവസന്നിധി ആയിരിക്കാൻ സ്വർഗ്ഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ ദാസനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവേ. ആത്മാവിൻ്റെ അസാധാരണ ശക്തിയാൽ ദൈവം സംസാരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടലുണ്ടാവും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആരെങ്കിലും കർത്താവേ ഹാലലിയ ദൈവസന്നിധി വിട്ട് പിന്മാറിയിട്ടുണ്ടെങ്കിൽ അവർ മടങ്ങി വരുന്ന രാത്രികാലമായി കർത്താവേ. ആദ്യ സ്നേഹത്തിൽ നിന്ന് ആരെങ്കിലും പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ മടങ്ങി വരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നത്. ഒരു പുതിയ ശക്തി പ്രാപിച്ചുകൊണ്ട് മടങ്ങി പോകുവാൻ കർത്താവിന് വചനം ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ വിഷയങ്ങളും കർത്താവേ സ്തോത്രത്തോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനവമഹത്വം അങ്ങെടുത്തതിനായി സ്തോത്രം. എല്ലാം വലിയ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയോട് ദൈവസന്നിധാനത്താണിരിക്കാം. തുടർന്നുള്ള സമയ സൂക്ഷിക്കായിട്ട് പ്രധാനദാസൻ എലിജബത്തിനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. സ്തോത്രം ജീസസ്.
പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. സന്തോഷമുള്ളവരുടെ മുഖം കൂടൊന്ന് പ്രസാദിക്കട്ടെ. ആമേൻ. ഒരു വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആമേൻ ദൈവിക പാദപീഠത്തിലേക്ക് കടന്നു വന്നിരിക്കുക. ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം ഈ രാത്രികാലം നമ്മളോട് ദൈവം കേൾപ്പിച്ചു. ആമേൻ. ദൈവസന്നിധിയിൽ വിശ്വസ്തരായിട്ടിരിപ്പാൻ, നമ്മളെ ഏൽപ്പിച്ച താലന്തുകളെ വ്യാപാരം ചെയ്യത്തക്ക അളവിൽ ഒരു വിശ്വസ്ത ദാസനായിട്ട് ഞാൻ മാറുമെന്ന് ഓരോരുത്തരും ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തോ അത് വിശ്വസ്തയോടെ ചെയ്യുക, വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുവാൻ, സ്വർഗം നോക്കി നിൽക്കുമ്പോൾ അടിയൻ ഇതാ എന്നൊന്ന് സമർപ്പിക്കാൻ ഈ രാത്രികാലം ഓരോരുത്തരും ഒന്ന് റെഡിയാക്കി. ചിലർക്ക് പ്രാർത്ഥിക്കാനായിരിക്കാം, ചിലർക്ക് പാട്ട് പാടുവാനായിരിക്കാം. ആമേൻ. ഹല്ലേലൂയ. എന്താണ് കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ച താലന്ത്? അത് വിശ്വസ്തയോടെ ആമേൻ വ്യാപാരം ചെയ്യത്തക്ക അളവിൽ കൃപ എൻ്റെ മേൽ ചൊരിയണമേ, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ എന്നെ നിർത്തണമേ എന്ന് ഓരോരുത്തരും ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. അല്പസമയം ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുത്തേ. ഹല്ലേലൂയ. ഒരു മാനുഷിക ശബ്ദം ഞങ്ങൾക്ക് കേൾക്കണ്ട. ആമേൻ. ഒരു ദൈവ ശബ്ദം തന്നെ ഈ ആലയത്തിൽ മുഴങ്ങട്ടെ. ആമേൻ. ചിന്തകളെയും വിചാരങ്ങളെയും ആമേൻ നിലവുകളെയും മാറ്റിമറിക്കുന്ന ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഈ രാത്രികാലം ഈ ഹോളിൽ അലയടിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന ജനത്തിൻ്റെ ചെവികളിൽ ആമേൻ ദൈവത്തിൻ്റെ നാദം കേൾക്കട്ടെ, അത്യുന്നതൻ്റെ നാദം കേൾക്കട്ടെ, ദൈവ ശബ്ദം കേൾക്കട്ടെ. മരണത്തെ മാറ്റുന്ന, ഭീതിയെ മാറ്റുന്ന, ജീവനെ വെളിപ്പെടുത്തുന്ന ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപകൾ ഈ ആലയത്തിൽ വെളിപ്പെടട്ടെ. ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട് അത് അസാധാരണമായ ദൈവിക മൂവ്മെൻറ്റുകൾ ആമേൻ ഒരു മനുഷ്യനും പ്രതീക്ഷിക്കാത്ത വലിയ ദൈവിക ചലനങ്ങൾ ആലയത്തിൽ നടക്കട്ടെ. അതൊരു മനുഷ്യൻ്റെ കഴിവുകൊണ്ടല്ല, ആത്മാവ് തന്നെ ഈ രാത്രികാലം ഇറങ്ങി നിന്ന് ശുശ്രൂഷകൾ ചെയ്യത്തക്ക അളവിൽ ആമേൻ നമ്മുടെ ഇടയിൽ അത് ചലിക്കാൻ ആമേൻ എല്ലാവരും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി എഫേസ്യ ലേഖനം ആമേൻ 3-ാം അധ്യായം അതിൻ്റെ 14 വാക്യം ഒന്ന് വായിക്കാമോ? ആമേൻ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അതിൻ്റെ 16 വായിച്ചേ. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ പുറമേ ഉള്ള മനുഷ്യന്റെ ബലമല്ല ആമേൻ ആവശ്യം, നമ്മുടെ അകമേ ഉള്ളവൻ ശക്തിയോടെ ബലപ്പെടണം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അകമേ ഉള്ളവൻ്റെ ഒരു ബലം? ആമേൻ. ഈ രാത്രികാലം അത് ആമേൻ ഹല്ലേലൂയ നമ്മളൊന്ന് പ്രാപിച്ചിട്ടേ മടങ്ങിപ്പോകാവൂ. ആമേൻ ഹല്ലേലൂയ. അത് കർത്താവ് പറയുന്നത് അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ധനമെന്ന് പറയുന്നത് എത്ര വലുതാ. ആമേൻ ഹല്ലേലൂയ. കർത്താവിൻ്റെ അക്കോർഡിംഗ് ടു ദ ഗ്ലോറി ഓഫ് ദ റിച്ചസ്നെസ്. ആമേൻ ഹല്ലേലൂയ. വലിയ ധനം, മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ മാത്രമേ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തണമെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവിനാലേ പറ്റത്തുള്ളൂ. പുറമേ ഉള്ള മനുഷ്യൻ ആമേൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവൻ ശക്തി പ്രാപിക്കും, അവൻ നല്ല ഉറക്കം കിട്ടിയാൽ അവൻ്റെ ക്ഷീണം മാറും. ആമേൻ പുറമേ ഉള്ളവൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. എന്നാൽ ഈ രാത്രി നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ഓരോരുത്തരുടെ ഉള്ളിലും ദൈവത്തിന് വേണ്ട ഒരാത്മാവുണ്ട്. അകത്തെ മനുഷ്യൻ ഹല്ലേലൂയ. ആമേൻ. എൻ്റെ അകമേ ഉള്ള മനുഷ്യൻ
മനുഷ്യൻ ഈ രാത്രി ശക്തിപ്പെടണമെന്ന് ആമേൻ ഹല്ലേലൂയ ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാവിലാണ് ചിന്തിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിലെ അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അകത്തെ മനുഷ്യനെ മാറ്റണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെ കഴിയത്തുള്ളൂ. ആത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനം നടന്നാൽ നമ്മൾ ആള് മാറിയവരെ പോലെയായി മാറും. ആമേൻ. നമ്മളെല്ലാവരും പഴയ നമ്മുടെ മനുഷ്യനെ അറിയാം, നമ്മുടെ പഴയ നേച്ചറിനെ അറിയാം, പഴയ നമ്മുടെ സ്വഭാവത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആമേൻ. ഒരു ഗ്രാജ്വലായ മാറ്റം നമുക്ക് സംഭവിച്ചത് ദൈവാത്മാവിനാലാണ്. ഹല്ലേലൂയ. ദൈവാത്മാവിനാൽ. ഈ രാത്രികാലം ആ പദം ആമേൻ ഹല്ലേലൂയ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഈ രാത്രി ഒരു ശക്തിയും കൂടെ എനിക്കൊന്ന് കൂടണം. ആമേൻ. ഇതിനൊരു പൂർണ്ണതയില്ല. നമ്മൾ പ്രാപിച്ചതൊക്കെ അല്പമേ ഉള്ളൂ. ആമേൻ. അധികം പ്രാപിക്കത്തക്കവണ്ണം ആ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അത് വലിയ കൃപയാണ്, അത് വലിയ കരുണയാണ്, ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. ഈ മഹത്വത്തിൻ്റെ ധനമെന്ന് പറയുമ്പോൾ അതൊരു ഭൗതിക സമ്പത്തല്ല, അതൊരു റിയാലല്ല. ആമേൻ. അത് ഡോളേഴ്സ് അല്ല. ആ മഹത്വത്തിൻ്റെ ധനം എന്നുള്ളത് കർത്താവിൽ നിന്ന് കിട്ടുന്ന വലിയ കൃപയാണ്. ആമേൻ. ആ വലിയ കരുണയാ, അവന് നമ്മളോട് തോന്നിയ വലിയ കരുണയാ. ആമേൻ. അവൻ്റെ ആത്മാവിലാണ് ഇത് നമ്മൾക്ക് പകർന്നു കിട്ടുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിൽ. ആമേൻ. ഈ രാത്രി നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക. പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവത്തോട് അടുത്ത് വരാൻ പറ്റും. ആമേൻ. ദൈവവചനം ധ്യാനിക്കുക, ഗ്രഹിക്കുക, ദൈവത്തിൻ്റെ ആമേൻ ഇഷ്ടം നമ്മൾ തിരിച്ചറിയുക. ആമേൻ. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പ്രാപിച്ചിട്ടുള്ള നോളജ് വെച്ച് ഈ ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമായതൊക്കെ നമ്മുടെ ചിന്താഗതികൾ കിട്ടും. എന്നാൽ ഉള്ളിലെ മനുഷ്യന് ബലപ്പെടണമെങ്കിൽ അവൻ ആവശ്യമായതെല്ലാം ഈ ദൈവവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആമേൻ. ഇത് നമ്മൾ പ്രാപിക്കുക, പുഷ്ടിയുള്ളവരായി മാറുക. കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ ഗുപ്തമായിട്ട് അവൻ്റെ നിധികൾ ഇരിക്കുന്നത്. ആത്മാവിലുള്ള ഫലങ്ങൾ ആമേൻ നമ്മിലേക്ക് കയറത്തക്ക വിധത്തിൽ, നമ്മിൽ റിസീവ് ചെയ്യത്തക്ക വിധത്തിൽ എൻ്റെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ആമേൻ. ഹല്ലേലൂയ. കൈകെട്ടിയിരുന്നാൽ പറ്റത്തില്ല. ആമേൻ. അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? ആമേൻ. ശക്തിപ്പെടണമെന്നൊരാഗ്രഹം ഈ രാത്രി പരിശുദ്ധാത്മാവ് അതേ ആഗ്രഹിക്കത്തുള്ളൂ. ആമേൻ. നമ്മുടെ എല്ലാവരുടെയും ചിന്ത അതായി മാറട്ടെ. എൻ്റെ അകമേ ഉള്ള മനുഷ്യൻ ശക്തി പ്രാപിച്ചാൽ എത്ര വലിയ പ്രതിസന്ധി കടന്നു വരട്ടെ, നമ്മൾ അതിനെ അതിജീവിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര വലിയ വിഷയങ്ങളുടെ മധ്യത്തിലും, കടഭാരമാകട്ടെ, കഷ്ടതയാകട്ടെ, പട്ടിണിയാകട്ടെ, ദാരിദ്ര്യമാകട്ടെ, അതിൻ്റെ മേലെ നമ്മൾ നിൽക്കാൻ ശക്തി അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിച്ചാൽ ആ ശക്തി നമുക്ക് മതി. ആമേൻ. ഹല്ലേലൂയ. അതാ നമ്മൾ തിരിച്ചറിയേണ്ടത്. ദൈവം അതാണ് ഈ പാക്കേജിനകത്ത് ആമേൻ ഹല്ലേലൂയ അടക്കി വെച്ചിരിക്കുന്നത്. ഇതാർക്ക് മനസ്സിലായി? പൗലോസിന് മനസ്സിലായി. പൗലോസ് അതുകൊണ്ട് ആമേൻ ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ ആമേൻ ഹല്ലേലൂയ നിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ആമേൻ അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ആമേൻ എബി ബ്രദർ പാട്ട് പാടിയപ്പം തുടക്കത്തിൽ പറഞ്ഞായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി. ആമേൻ. ഈ കാലഘട്ടത്തിൽ ഒരു 2, 3, 4 മാസമായിട്ട് ഏത് ദൈവദാസന്മാർ കടന്നു വന്നാലും, ഈവൻ നമ്മൾ തന്നെയാണേലും ന്യൂസിലൂടെയും ചാനലിലൂടെയും എല്ലാം കേൾക്കുന്നത് ആ തലമുറകളെ പറ്റിയുള്ള വിഷയം. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. കാരണം ഈ ആത്മാവിനാലേ ഈ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരത്തുള്ളൂ. ആമേൻ. നമ്മൾ എത്ര നിയന്ത്രിച്ചാലും എത്ര പറഞ്ഞു കൊടുത്താലും ഒരു പ്രയോജനവുമില്ല. ആമേൻ. എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുക്കല്ലെന്നല്ല അതിൻ്റെ അർത്ഥം. അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻസ് ആമേൻ ഇവർ ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ, അന്യഭാഷയിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം, ആരാധിക്കണം എന്ന് നമ്മൾ ഉള്ളം കൊണ്ട് ആഗ്രഹിക്കണം. ഇവരുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടാൽ എത്ര വലിയ ബാഡ് ഗ്യാങ്ങിൽ പെട്ടാലും ഇവർ ധൈര്യത്തോടെ നിൽക്കും. അകത്തെ മനുഷ്യൻ ആത്മാവിൽ ബലപ്പെടുന്നതിൻ്റെ കാരണം എന്താ? എത്ര വലിയ എവിടെ നമ്മളെ കൊണ്ടിട്ടാലും ആമേൻ ഹല്ലേലൂയ നമ്മൾ പ്രാപിച്ച ഒന്നുണ്ട്. ആമേൻ. അത് ഏതിൽ നിന്നാണ് പ്രാപിക്കുന്നത്?
പരിശുദ്ധാത്മാവിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് വിഷയങ്ങളെ തരണം ചെയ്യാൻ പറ്റും. അതിൻ്റെ കുറവനുസരിച്ച് ആദ്യകാലങ്ങളിൽ നമ്മൾ പറയും, കർത്താവേ, ബ്രദറെ, അല്ലെ പാസ്റ്ററെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ചിലർ ദേവദാസനൊരു വാക്ക് പറഞ്ഞായിരുന്നു, നമുക്കറിയാം ചില വിഷയങ്ങൾ ചിലരോട് ഷെയർ ചെയ്യുമ്പം ആരോട് ഷെയർ ചെയ്താൽ പ്രാർത്ഥിക്കും, എല്ലാവരോടും എല്ലാ വിഷയവും പറയാൻ പറ്റത്തില്ല. അത് ചിലപ്പോൾ അതൊരു പരിഹാസത്തിനിടയായി മാറും. ദൈവാത്മാവ് നമ്മളോട് തോന്നിക്കും ചില വ്യക്തികളോട് നമ്മുടെ കാര്യങ്ങൾ പറയണമെന്ന്. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതൊരു ആത്മീയ പക്വതയാണ്. ഈ പക്വത നമ്മൾ പ്രാപിക്കുന്നത് എങ്ങനെയാണ്? അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്നതനുസരിച്ചാണ്, അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നതനുസരിച്ചാണ്. ആമേൻ. അതുപോലെ പത്രോസിനെ നമ്മളൊന്ന് എടുത്തു നോക്കിക്കേ. പത്രോസ് ദൈവിക വെളിപ്പാടുകൾ ആദ്യം അവന് കൈമാറി. യേശു, ആമേൻ, ഹല്ലേലൂയ, ദൈവപുത്രനാണെന്ന് ഉള്ള വെളിപ്പാട് പത്രോസിന് കയറി. പത്രോസിൻ്റെ പേര് ശീമോൻ എന്ന, അവൻ്റെ പേരിനെ കർത്താവ് മാറ്റി പത്രോസ് എന്നാക്കി. ശീമോൻ എന്ന് പറഞ്ഞാൽ ആടുന്നവനാ, ഉറപ്പില്ലാത്തവനാ, അസ്ഥിരനാണ്, ഞാങ്ങണയാണ്. ആമേൻ. ആ പത്രോസിനെ ദൈവം ആള് മാറിയവനെ പോലെ ആക്കി മാറ്റി. പത്രോസ് എടുത്തുചാട്ടക്കാരനാണ്, എന്തും കർത്താവിൻ്റെ കൂടെ നിന്ന് ചെയ്യുമെന്ന് ആഗ്രഹമുള്ളവനാ. ആമേൻ. ആ പത്രോസ് യേശുവിനെ എന്ത് ചെയ്തു? തള്ളിപ്പറഞ്ഞു. ആമേൻ. യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞു. ആമേൻ. എന്തുകൊണ്ടാണെന്നറിയാമോ? പത്രോസിൻ്റെ ആ ആത്മാവ്, പരിശുദ്ധാത്മാവ് വ്യക്തമായും ഉള്ളിൽ ക്രിയ ചെയ്യാത്തത് കൊണ്ടാണ് ഉറപ്പില്ലാത്തവനായിട്ട് മാറിയത്. എന്നാൽ മർക്കോസിൻ്റെ മാളിക മുറിയിൽ ചെന്നപ്പോൾ ആ 120 പേരോട് കൂടെ പത്രോസ് കാത്തിരുന്ന് ആ പരിശുദ്ധാത്മാവ് അഗ്നിനാവുകൾ പോലെയുള്ള നാവ് അവിടെ ഇറങ്ങി വന്ന് അവർ ആള് മാറിയവരെ പോലെയായി. അന്യഭാഷയിൽ അവർ സംസാരിച്ചു. ആമേൻ, ഹല്ലേലൂയ. പത്രോസ് അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിച്ചു. 3000 പേര് സ്നാനപ്പെട്ടു. അതുമൂലം ആമേൻ, ഈ അപ്പോസ്തല പ്രവൃത്തികൾ പിന്നീട് നമ്മളോട് വായിച്ചു നോക്കിയാൽ പത്രോസ് എന്ന വ്യക്തിയുടെ ആമേൻ ആ ചരിത്രം മാറി, ആള് മാറി. എന്താ കാരണം? അവൻ്റെ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിച്ചു. അസ്ഥിരനായവൻ സ്ഥിരമാനസനായി മാറി. വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ പതറുന്ന എന്തുകൊണ്ടാണ്? ഒറ്റ കുറവേ ഉള്ളൂ, ആത്മാവിൽ ആമേൻ നമ്മൾ ശക്തരാകാത്തത് കൊണ്ട്. ഈ പരിശുദ്ധാത്മാവിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് പ്രിയരെ. ആമേൻ. ഇത് നമ്മൾ ദൈവത്തിൽ നിന്ന് ചോദിച്ച് വാങ്ങണം. കർത്താവേ, എൻ്റെ അകത്തെ മനുഷ്യനെ ഒന്ന് ശക്തിപ്പെടുക്കണം. നമ്മുടെ 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 16-ലാണെന്ന് പറയും. ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 4-ന്റെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും, പ്രൈസ് ദി ലോർഡ്, നമ്മൾ വാർദ്ധക്യമുണ്ട്. എബി ബ്രദർ പിതാവൊക്കെ ഇവിടെ വന്നിരിപ്പുണ്ട്, മാതാവുണ്ട്. അവർക്കറിയാം ആ ഒരു ഏജിലെത്തുമ്പം നമ്മുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോവുകയാണ്. ഈ ലോകത്തിൻ്റെ ക്ഷണീക ജീവിതമാണ്. ഏറിയാൽ 70 അല്ലേ 80 അല്ലേ 90, അത് ദൈവത്തിൻ്റെ കരത്തിലാണ്. എത്രയാണ് നമ്മുടെ ആയുസ്സെന്നൊന്നും നമുക്കറിയത്തില്ല. എന്നാൽ വാർദ്ധക്യമേറുന്തോറും നമ്മുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും ഇവിടെ ഉള്ളിലുള്ള ആത്മാവിന് ആമേൻ ക്ഷീണം വരരുത്. അത് നാൾക്ക് നാൾ എന്ത് ചെയ്യണം? പുതുക്കം പ്രാപിക്കണം. ഒരു റിന്യൂവേഷന് ഈ രാത്രികാലം നമ്മൾ റെഡിയാകണം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ഇവിടെ ഉള്ള ലൈസൻസ് ഉണ്ടല്ലോ. ആമേൻ. ഈ ധൈര്യം അവന് കിട്ടിയത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അവൻ്റെ അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആയി മാറിയപ്പോൾ പുറമേ ഉള്ളതും ബാഹ്യമായതും അവൻ ചിന്തിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് പറയുന്നത് മൂലം അവൻ ചലിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ കാര്യങ്ങൾ അവൻ അനുകൂലമായി മാറി. ഒറ്റയടിക്ക് മാളിക മുറിയിൽ വെച്ച് ഒരു പൂർണ്ണനായി മാറിയില്ല. ഇന്ന് ദേവദാസൻ പറഞ്ഞപ്പോൾ കേട്ടില്ലേ, ഓരോന്നും അവനെ പരിശുദ്ധാത്മാവ് തക്ക സമയത്താണ് മാറ്റിക്കൊണ്ടിരുന്നത്. കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ അവൻ പോകാൻ മടിച്ചവനാണ്. എന്നാൽ ആ ജാതിയുടെ ഇടയിൽ പോകണമെന്നും അവരോട് ശുശ്രൂഷിക്കണമെന്നും എന്ന ആത്മാവ് വീണ്ടും അവന് ബലപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? അവൻ റിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, അവൻ പുതുക്കണമെന്ന് ആഗ്രഹിച്ചു. അവൻ നമ്മളും ഒന്നുകൊണ്ടും നമ്മൾ പ്രാപിച്ച ഈ അഭിഷേകവും ഈ അന്യഭാഷയും കൊണ്ട് നമ്മളെല്ലാം തികഞ്ഞവരല്ല. ഇതിനകത്ത് ഒത്തിരി ഉണ്ട്. ഇത് കടൽ പോലെ കിടക്കുകയാണ്. അതാ അവൻ്റെ മഹത്വത്തിൻ്റെ ധനമെന്ന് പറയുന്നത്. ആ ധനത്തിനൊത്തവണ്ണം അകത്തെ മനുഷ്യൻ ബലപ്പെടാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. ക്രിസ്തു, അതിൻ്റെ 17 വായിച്ചേ. വിശ്വാസത്താൽ
നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കുവാനും. ആമേൻ. മതി. ഹല്ലേലൂയ. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. ആമേൻ. വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കണം. കർത്താവിൻ്റെ ദൈവസ്നേഹം നമ്മൾ ഗ്രഹിക്കണമെങ്കിൽ ആരോട് കൂടെ പറ്റത്തുള്ളൂ? ആരോട് കൂടെ പറ്റത്തുള്ളൂ? സകല വിശുദ്ധന്മാരോടും കൂടെ. ഒറ്റയ്ക്ക് നമുക്ക് തനിയുള്ള സ്നേഹമല്ല, സ്വയസ്നേഹമല്ല. ആമേൻ. ദൈവസ്നേഹം വ്യാപരിക്കണമെങ്കിൽ അത് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കണം. അതിൻ്റെ വീതി എത്രയുണ്ട്, അതിൻ്റെ നീളം എത്രയുണ്ട്, അതിൻ്റെ ഉയരം എത്രയുണ്ട്, അതിൻ്റെ ആഴം എത്രയുണ്ട്, സകലരോടും കൂടെ ഗ്രഹിക്കണം. ഈ രാത്രി ആ ദൈവസ്നേഹത്തിലേക്ക് നമ്മളൊന്ന് മടങ്ങി വരണം. ആമേൻ. സ്നേഹമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. കർത്താവ് നമ്മളെ സ്നേഹിച്ചു. റോമർ 5:8 എന്തോ പറഞ്ഞത്? നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് തന്നെ നമ്മളുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. കണ്ടോ? കർത്താവ് നമ്മളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചത് എങ്ങനെയാ? നമ്മൾ പാപിയായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. ആമേൻ. ഹല്ലേലൂയ. നമുക്കെല്ലാം ദൈവവചനം അറിയുന്നവരാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൻ്റെ സത്യം വെച്ച് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ വേറെ ആരെയും പറയുന്നില്ല, എന്നെ തന്നെ പറയാം. അപ്പോൾ ദൈവവചനം ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, എന്നാൽ എൻ്റെ ചില നടപ്പുകളും ക്രിയകളും കാണുമ്പം ഞാൻ അങ്ങനെ നടക്കുന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല. ചില സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കും, ആ ബ്രദർ പ്രസംഗിക്കുന്നേ അങ്ങനെയാണ്, പക്ഷേ അങ്ങനെ എല്ലാ സന്ദർഭത്തിലും കാണുന്നില്ലല്ലോ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ആമേൻ അതിനെ അന്നേരം എന്തു ചെയ്യുക? വിധിക്കുക. മനുഷ്യനെ വിധിക്കുക. ദൈവവചനം വെച്ചാണ് വിധിക്കുന്നത്. വിധിച്ചു കഴിഞ്ഞ് പിന്നീട് ഞാൻ ഇവിടെ നിന്ന് മെസ്സേജ് പറഞ്ഞാൽ നിങ്ങൾക്കത് ഏറ്റെടുക്കാൻ പറ്റത്തില്ല. ആമേൻ. ഹല്ലേലൂയ. എനിക്ക് അനുഭവം ഉണ്ട്, നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആമേൻ. അനേകരെ നമ്മൾ കാണുന്ന ഒരു കണ്ണുണ്ട്. ഈ സംഭവങ്ങൾ മാറണമെങ്കിൽ, വിധികൾ മാറണമെങ്കിൽ, നിലവുകൾ മാറണമെങ്കിൽ, സകലവും ക്ഷമിക്കണമെങ്കിൽ, സകലവും പൊറുക്കണമെങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചതാണ്. എന്നാൽ എൻ്റെ നടപ്പ് തെറ്റെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ആമേൻ നമ്മൾ ഉപേക്ഷിക്കുക പതിവുണ്ട്. എന്നാൽ അങ്ങനെയല്ല ദൈവവചനം പറഞ്ഞത്. ആമേൻ. സകലവും പൊറുക്കാൻ, ക്ഷമിക്കാൻ. ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒന്ന് ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ശത്രുവിനെ പോലും സ്നേഹിക്കാനാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. ആരാ? നമ്മുടെ സഹോദരന്മാർ. നമ്മുടെ കൂടെ ഇരിക്കുന്ന നമ്മുടെ സഹോദരന്മാർ മാത്രമല്ല, വെളിയിലുള്ള ഒരുവനെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? സ്നേഹമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. അതാ, നമ്മൾ പാപിയായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചെങ്കിൽ, ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ദൈവസഭയുടെ ഐക്യത്തെ തകർക്കുന്ന പിശാച് ചില തോട്ടുകളും നിലവുകളും ഓരോരുത്തരുടെ ഹൃദയത്തിലും ചിന്തയിലും വിചാരങ്ങളിലും കൊണ്ടിട്ടാൽ ആമേൻ ദൈവസഭ പണിയാൻ പറ്റത്തില്ല. ആമേൻ. കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കതിയില്ല. പാതാള ഗോപുരങ്ങൾ എന്താ? ആമേൻ. ഇങ്ങനെയുള്ള ചിന്തയാണ് നമ്മുടെ വിശുദ്ധന്മാരുടെ ഐക്യത്തെ തകർക്കുന്ന നമ്മുടെ ദൈവസഭ. നമ്മളാരാ? കർത്താവിൻ്റെ ശരീരമാണ്. നമ്മൾ ഈ ഇവിടെ ഇരിക്കുന്നവരാരാ? ദൈവത്തിൻ്റെ ശരീരമാണ്. ആ ശരീരത്തിലെ ഓരോ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ആമേൻ. ഇതൊന്ന് ഗ്രഹിക്കാൻ പറ്റുമോ? ആമേൻ. ഹല്ലേലൂയ. ഈ ദൈവസ്നേഹം ഈ നമ്മുടെ ചർച്ചിലൊന്ന് വ്യാപരിക്കട്ടെ, എല്ലാവരിലും ഒന്ന് വ്യാപരിക്കട്ടെ. എന്തെങ്കിലും തെറ്റോ കുറവുകളോ അടുത്തിരിക്കുന്നവനോ നമ്മളോ ആമേൻ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്നേഹത്തിലൊന്ന് ക്ഷമിക്കാൻ പറ്റുമോ? ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ആമേൻ ഈ രാത്രി വ്യാപരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ആമേൻ. വലിയ ബഹളങ്ങളൊന്നും വേണ്ട, വലിയ കോലാഹലങ്ങളൊന്നും വേണ്ട, വലിയ ശബ്ദമൊന്നും വേണ്ട. ആ സ്നേഹം ഒഴുകിയാൽ മതി. ആമേൻ. 1 കൊരിന്ത്യർ 13 ആമേൻ. നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 13 എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. കണ്ടോ? ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും
എത്ര വലിയ അന്യഭാഷ ഉണ്ടായാലും, എത്ര വലിയ പ്രവചനമുണ്ടായാലും, എത്ര വലിയ ദൈവത്തിൻ്റെ വചനമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. നമ്മുടെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ കണ്ടിട്ടുള്ള സഹോദരനെ ആദ്യം സ്നേഹിക്കുക, പിന്നെ കാണാത്തവനെ സ്നേഹിക്കുക. ഇപ്പം നമ്മുടെ കൂടെ ഉള്ളവരെ ഒന്ന് സ്നേഹിക്കാൻ, ദൈവസ്നേഹം അഗപ്പേ ലവ്, അത് സ്വയസ്നേഹമല്ല. നമ്മളെ വെടിഞ്ഞ് മറ്റുള്ളവനെ സ്നേഹിക്കാനാണ്. ആ അളവിലേക്ക് നമ്മൾ വരണം. ഇത് എൻ്റെ ഒരു ഉപദേശം, ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയല്ല, ഇത് കർത്താവിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് വലിയ പവറുണ്ട്, വലിയ ശക്തിയുണ്ട്. അതിൻ്റെ താഴോട്ട് വായിച്ചേ. എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും, സകല ജ്ഞാനവും ബൈബിളിലെ ഗ്രഹിച്ചാലും, മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. അപ്പോൾ എത്ര വലുതാ ദൈവസ്നേഹം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവസ്നേഹം ഒഴുകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതെവിടെ നിന്നാണ് ഒഴുകേണ്ടത്? നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ്. ആ ഹൃദയത്തിൽ കയ്പായിട്ട് പിശാച് ചില ചിന്തകൾ, നിരൂപണങ്ങൾ, കോട്ടകൾ വെച്ചിരിക്കുന്നത് ഈ രാത്രി പരിശുദ്ധാത്മാവ് അതിനെ ഒരു അണ പൊട്ടിച്ച് വിടുന്നത് പോലെ അങ്ങ് ഒഴുക്കി വിടാൻ നിങ്ങളങ്ങ് തയ്യാറാകുക. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ക്രിയ ചെയ്തോളും. ഞാൻ എൻ്റെ സഭയെ പണിയും. കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ദൈവസഭയെ പണിതുകൊണ്ടിരിക്കുക. ഓരോരുത്തരുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം വ്യാപരിക്കട്ടെ. എല്ലാം ഒന്ന് ക്ഷമിക്കാൻ. നമ്മുടെ കൂടിയിരിക്കുന്ന സഹോദരിമാരാകട്ടെ, സഹോദരന്മാരാകട്ടെ, നമ്മൾ ചെയ്തതിന് വിരോധമായിട്ട് അവർ ചെയ്തത് അത് സമ്മതിക്കുന്നു. എന്നാൽ ഞാൻ ഈ രാത്രികാലം അവനോട് ക്ഷമിക്കാൻ റെഡിയാണപ്പാ. ഒരു തുറന്ന സമ്മതത്തിലേക്ക് ഈ രാത്രി ഒന്ന് വന്നാട്ട്. നമ്മുടെ സഭ പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കാൻ അനുവദിക്കരുത്. ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമെന്ന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടണം. അപ്പം എന്ത് ചെയ്താലും ബേസിക് എന്തുമായിരിക്കണം? ദൈവസ്നേഹമായിരിക്കണം. സ്നേഹമില്ലാത്ത ഒന്നും എന്ത് ചെയ്യത്തില്ല, നിലനിൽക്കത്തില്ല. ആ അധ്യായം താഴോട്ട് വായിച്ചേ. സ്നേഹം ദീർഘമായി എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും, കണ്ടോ, സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനം. നമ്മുടെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും നമുക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും, അത് വലിയ പ്രവൃത്തിയാണ് നമ്മളെ സംബന്ധിച്ച് നോക്കിയാൽ. അത് ചെയ്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു ഒന്നുമില്ല. അപ്പൊ എത്ര വലുതാണ് സ്നേഹം. പ്രൈസ് ദി ലോർഡ്. അടുത്ത് വായിച്ചേ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. സ്നേഹം എന്ത് ചെയ്യുന്നു? ദീർഘമായി ക്ഷമിക്കുന്നു. പകയോ കയ്പോ വിദ്വേഷമോ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ ദീർഘമായി ക്ഷമിക്കുന്നു. ചിലപ്പോൾ നമ്മൾ അവിടെ ചെറുതായിരിക്കാം. ആ വ്യക്തിയുടെ മുന്നിൽ നമ്മൾ എന്തുവാകും? ചെറുതാവുമായിരിക്കും. നമ്മുടെ ആ വ്യക്തിത്വം ചിലപ്പോൾ ഒന്ന് ഇടിഞ്ഞെന്ന് വന്നിരിക്കാം. പക്ഷേ കുഴപ്പമില്ല, പരിശുദ്ധാത്മാവ് നമ്മളെ ഉയർത്തും, നമ്മളെ മാനിക്കും. ദീർഘമായിട്ടൊന്ന് ക്ഷമിച്ച്. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൽ ഏശാവിന് പറ്റിയത് എന്തുകൊണ്ടായിരുന്നു? കയ്പുള്ള വേര് മുളച്ച് അനേകർ മലിനമാവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കയ്പുള്ള വേര് വിദ്വേഷവും പകയും ഹൃദയത്തിൽ വെച്ചോണ്ടിരുന്നാൽ, ദീർഘമായിട്ട് നമുക്ക് ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു വേരായിട്ട് മാറും. ആ വേര് മൂലം നമ്മളല്ല മലിനമാകുന്നത്, നമ്മുടെ കൂടെ വന്നിരിക്കുന്ന അനേകർ മലിനമാകാൻ ഇടയാകും. അതുകൊണ്ട് എല്ലാ വിദ്വേഷവും ദീർഘമായിട്ടൊന്ന് ക്ഷമിച്ച് ഒരു ആക്ടിങ്ങിലേക്ക് ദൈവസഭയൊന്ന് വന്നേ. നിങ്ങളെല്ലാം ഉള്ളം കൊണ്ടൊന്ന് ആക്ട് ചെയ്തേ. നിങ്ങൾ ഇന്ന് രാത്രിക്കാലം ഫ്രീ ആയിട്ട് ഇവിടെ നിന്ന് പോകാവൂ. ആ ദൈവസ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകട്ടെ. നമ്മുടെ സഭയുടെ ഉയർച്ചയ്ക്ക് തടസ്സം ഇതായിരിക്കുക. നമ്മൾ അനേക ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്നുണ്ടായിരിക്കുക. അനേക വിടുതൽ ശുശ്രൂഷകൾ നടത്തുന്നുണ്ട്. അനേകർ ദൈവദാസന്മാരെ ഇവിടെ വിളിച്ച് അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ദാന നർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ സഭ വളരാൻ കഴിയാതെ എന്തെങ്കിലും ദൈവസ്നേഹത്തിന് വിരുദ്ധമായിട്ട് എന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രി അത് അഴിഞ്ഞു മാറട്ടെ.
ഓ റൈതബലബലബ ശാന്തരാജ അപ്തരേത രേതരേത റൈതബലബലബ ശാന്തരാജ. ഓ ദൈവസ്നേഹം ഒഴുകട്ടെ. ആമേൻ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആമേൻ ദൈവിക പരിജ്ഞാനത്തിന് വിരോധമായി എന്തെങ്കിലും ഉയരുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പൊങ്ങുന്നുണ്ടെങ്കിൽ അതൊന്ന് പിടിച്ചടക്കുവാൻ ആമേൻ ദൈവസ്നേഹത്തിൽ ഞങ്ങളുടെ സഭയുടെ അടിസ്ഥാനം ദൈവസ്നേഹമാകട്ടെ. ആമേൻ. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ആമേൻ ഒരു ആരാധന, സ്നേഹത്തിൽ അധിഷ്ഠിതമായി ദൈവത്തെ ഒന്ന് ആരാധിച്ച് തുടങ്ങിക്കേ. കുഞ്ഞുങ്ങൾ അന്യഭാഷ പ്രാപിക്കാൻ പോകുകയാ. ആമേൻ. ഹല്ലേലൂയ. സകല കൃപാവരങ്ങളും ലഭിക്കാൻ പോകുകയാ. സ്നേഹമില്ലെങ്കിൽ ഇവ ഒന്നുമില്ല. ദൈവസ്നേഹം ഒഴുകട്ടെ, ദൈവസ്നേഹം വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും കൃപാവരങ്ങളെക്കാട്ടിലും ആമേൻ കൂടുതലായിട്ട് ദൈവസ്നേഹം ഈ രാത്രി ഒഴുകട്ടെ. ഒരു അണപൊട്ടി ഒഴുകുന്നത് പോലെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യട്ടെ, ആത്മാവ് ക്രിയ ചെയ്യട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ, എൻ്റെ കുറവാണെങ്കിൽ, എൻ്റെ ബലഹീനയാണ് എൻ്റെ സഭയുടെ വളർച്ചയ്ക്ക് തടസ്സമെങ്കിൽ ഈ രാത്രി ഞാൻ സബ്മിഷന് റെഡിയാ അപ്പാ. അമ്മ ഞാൻ ദീർഘമായി ക്ഷമിക്കാൻ റെഡിയാ. അമ്മ ഞാൻ ദീർഘമായി ക്ഷമിക്കാൻ റെഡിയാ. ഓരോരുത്തരും ഒന്ന് പറഞ്ഞു തുടങ്ങിക്കേ. സഭയുടെ ഐക്യം പരിശുദ്ധാത്മാവ് കെട്ടിപ്പടുക്കുകയാണ്. ആമേൻ. ഐക്യമത്യമായിട്ട് നിന്ന് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് വിജയത്തിലേക്ക് വരും. ദൈവസ്നേഹം ഒഴുകട്ടെ, ദൈവസ്നേഹ സഭയിൽ വ്യാപരിക്കട്ടെ. അടുത്തായിട്ട് വായിച്ചേ. ആമേൻ. സ്തോത്രം. ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ, സത്യത്തിൽ സന്തോഷിക്കുന്നു, സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാൾ മുതിർന്നു പോകുകയില്ല, സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 8:35 മുതലൊന്ന് വായിച്ചേ. 35 മുതൽ 38 വരെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? നമുക്ക് വരുന്ന കഷ്ടതയാകട്ടെ, സങ്കടമാകട്ടെ, ഉപദ്രവമാകട്ടെ, പട്ടിണിയാകട്ടെ, നഗ്നതയാകട്ടെ, ആപത്താകട്ടെ, വാളാകട്ടെ, ഇത് നിമിത്തം ഇടവിടാതെ നമ്മളെ ഇതെല്ലാം നശിപ്പിക്കുന്നുവെങ്കിലും അറുപ്പാനുള്ള ആടുകളെ പോലെ നമ്മളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിൽ നിന്നെല്ലാം ജയം പ്രാപിക്കുന്നു. ഈ ദൈവസ്നേഹം സകലത്തെയും ജയിക്കും. കഷ്ടതയെ ജയിക്കും, പട്ടിണിയെ ജയിക്കും, ദാരിദ്ര്യത്തെ ജയിക്കും, ആപത്തിനെ ജയിക്കും, വാളിനെ ജയിക്കും. സകലത്തെയും ജയിക്കാൻ സ്നേഹത്തിന് ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 13 ലാസ്റ്റ് ഒന്ന് വായിച്ചേ. ലാസ്റ്റ്. പ്രൈസ്. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇത് 3 നിലനിൽക്കുന്നതാ. എന്നാൽ ഇവയിൽ വലുത് ദൈവസ്നേഹമാണ്. ആമേൻ. ഈ രാത്രി സ്നേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതിൻ്റെ നീളമെന്ന് പറഞ്ഞാൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ആമേൻ. ഹല്ലേലൂയ. ഇപ്പം ക്രിസ്തുവിനോട് കൂടെ നമ്മളെ ഉയർപ്പിച്ച് അവൻ്റെ സിംഹാസനത്തിൽ ഇരുത്തിയിരിക്കുക. അതിൻ്റെ നീളമൊന്ന് മനസ്സിലാക്കിയേ. അവൻ ലോകമുണ്ടാകുന്നതിന് മുമ്പേ അവൻ നമ്മളെ സ്നേഹിച്ചു, അവൻ നമ്മളെ തിരഞ്ഞെടുത്തു. ഈ ദൈവസ്നേഹത്തിൻ്റെ കുടുംബത്തിൽ ഭാഗവാക്കാക്കുവാൻ ഈ രാത്രി സ്വർഗം നമ്മളെ ഇടയാക്കിയല്ലോ. സ്നേഹം എന്ത് വലുതാ. ആമേൻ. ഈ ദൈവസ്നേഹം എന്ത് വലുതാ. ആമേൻ. ഈ സ്നേഹം നമ്മിലൂടെ ഒന്ന് ഒഴുകട്ടെ, നമ്മുടെ ദൈവസഭയിലേക്കൊന്ന് ഒഴുകട്ടെ, വിശ്വാസികളിലേക്ക് ഒഴുകട്ടെ, നമ്മുടെ കുടുംബത്തിൽ ഒഴുകട്ടെ, നമ്മുടെ തലമുറകളിലേക്ക് ഈ സ്നേഹം ഒഴുകട്ടെ. സ്നേഹം ഭയങ്കര വിജയം കൊയ്യുന്നതാ. അത് മൂർച്ചയുള്ള അമ്പാണ്. ആമേൻ. അത് അനേകരെ രൂപാന്തരപ്പെടുത്തുന്നതാ.
എല്ലാത്തിനെയും മാറ്റിമറിക്കാൻ ദൈവസ്നേഹത്തിന് കഴിയും. അതിൻ്റെ നീളം, വീതി, ആഴം, ഉയരം എന്തെന്ന് ഗ്രഹിക്കാൻ ഈ നമ്മൾ വിശുദ്ധന്മാരോട് കൂടി ഇത് സ്പ്രെഡ് ചെയ്യുന്നതാണ്. സ്നേഹിക്കണമെങ്കിൽ ആമേൻ ഒരാളെ കൊണ്ട് പറ്റത്തില്ല, ഒന്നിൽ കൂടുതൽ ആൾ വേണം. അതാ ദൈവം സ്നേഹം തന്നെ എന്ന് പറയുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്നേഹബന്ധമുണ്ട്. അവനെ പോലെയാണ് നമ്മളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ആമേൻ. വലിപ്പ ചെറുപ്പമില്ലാതെ, ഈഗോ ഇല്ലാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്നേഹത്തിൽ മുന്നേറിയാൽ ആമേൻ കർത്താവ് ആഗ്രഹിക്കുന്ന ആമേൻ ഒരു ഇടത്തിലേക്ക് നമ്മുടെ സഭയെ കൊണ്ടെത്തിക്കുവാൻ ദൈവത്തിനിടയാകും. നമ്മൾ ശരീരമാകുന്ന ആലയങ്ങളാണ് ദൈവസഭയെന്ന് ഓരോ വ്യക്തിയും നനയ്ക്കട്ടെ. ഈ വചനങ്ങളാ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ബ്രദർ. നമുക്ക് ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകൾ ഈ രാത്രികാലം ശക്തമായി കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിനും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിന് തനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. സ്തോത്രം. പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും അകമേയുള്ള മനുഷ്യൻ ബലപ്പെടണമെന്നുള്ള വലിയ വാഞ്ചയോടെ, ദാഹത്തോടെ ഈ ദിവസങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കുമായി തീരാം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ പ്രകാരം നാൾക്കുനാൾ പുതുക്കം പ്രാപിച്ചുകൊണ്ട് പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതി, നീളം, ഉയരവും ആഴുമെന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തിൽ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോട് നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്ന പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ സ്നേഹത്തിൽ എന്നെ നിറയ്ക്കുമാറാകണമേ. എൻ്റെ സഹോദരങ്ങളെ എന്നെ പോലെ തന്നെ സ്നേഹിപ്പാൻ ഉള്ള കൃപ എനിക്ക് നൽകി തരുമാറാകണമേ. യാതൊരു ഭിന്നതയും യാതൊരു ഐക്യമില്ലായ്മയോ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ അവിടെ സമ്മതിക്കരുത് എന്ന് കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം, പ്രാർത്ഥിക്കാം. രാത്രികാലം കേട്ട ദൈവജനത്തെ ഏറ്റെടുത്തുകൊണ്ട് ജപിവർ പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നീതിമാനും മഹാപരിശുദ്ധനുമായ സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, അപ്പാ ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥാ ദൈവമേ, അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിൽ ദൈവമേ ഞങ്ങളെ നിലനിർത്തിയ കൃപകൾക്കായി സ്തോത്രം. അപ്പം ഞങ്ങളുടെ കൂടെ ആയിരുന്നു ഞങ്ങളുടെ പാട്ടുകളിലും പ്രാർത്ഥനകളിലും സാക്ഷിവാചകങ്ങളെല്ലാം ദൈവമേ അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ സ്നേഹവും ഞങ്ങൾ രുചിച്ചറിയാൻ ഇടയായ നല്ല കൃപകൾക്കായി സ്തോത്രം. അപ്പൊ നല്ലൊരു സങ്കീർത്തനം തന്നെ ഞങ്ങൾക്ക് ദൈവം നല്ല സ്വർഗം നൽകി തന്നു. അപ്പൊ ഭക്തന്മാർ കുറഞ്ഞു പോകുന്ന ഈ നാളുകളിൽ ദൈവത്തിന് വേണ്ടി മോശയെ പോലെ തന്നെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തരായി നിലനിൽക്കുവാൻ ഞങ്ങൾ സഭയെ അനേകായിരം ദൈവമക്കളെ, നീതിമാന്മാരെ, വിശ്വസ്തരെ ദൈവ സ്വർഗം ഒരുക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. അവസാനം ദൈവമേ ബ്രദറിലൂടെ ദൈവമേ ദൈവ സ്നേഹത്തെ അധികം രുചിച്ചറിയുവാൻ സ്വർഗമിടയാക്കിയല്ലോ. അങ്ങയുടെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അങ്ങയുടെ ആത്മാവിനാൽ ദൈവമേ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ദൈവമേ പുതുക്കം പ്രാപിക്കുവാനും ബലപ്പെടുവാനും ദൈവമേ ഈ വചനങ്ങളാൽ ദൈവമേ സാധിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ക്രിസ്തുവിന്റെ സ്നേഹം ദൈവമേ അത് ഞങ്ങളെ വീണ്ടും വീണ്ടും അതിലൂടെ ദൈവമേ ഞങ്ങൾ ഈ പാപപങ്കലമായ ലോകത്തിൽ നിന്നും ദൈവമേ വീണ്ടും ദൈവമേ അതിലേക്ക് കടന്നു പോകാതെ ഞങ്ങളുടെ സ്നേഹത്തിന്റെ ആഴം, ഉയരം, വീതി അറിഞ്ഞ് ദൈവമേ കൂടുതൽ ദൈവമേ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുവാൻ ദൈവമേ ഇടയാക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഇങ്ങനെയുള്ള വചനങ്ങൾ ദൈവമേ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നല്ലോ. ദൈവമേ ഞങ്ങളുടെ സ്നേഹത്തെ വീണ്ടും വീണ്ടും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നല്ലോ. ദൈവമേ ഈ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ ദൈവമേ ഒരു ശക്തിക്കോ വേർതിരിക്കുവാൻ കഴിയരുതേ. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെ, ഞെരുക്കങ്ങളെ, പട്ടിണി ദൈവമേ ഇനി ഇതിലും അപ്പുറം ദൈവമേ ഞങ്ങളുടെ കഴുത്ത് പോലും വെച്ച് കൊടുക്കുവാൻ തക്കവണ്ണം വന്നുപോയാൽ പോലും ഈ സ്നേഹത്തിൽ നിന്ന് ആ ഒരു ശക്തിക്കും ഞങ്ങളെ വേർപിടിക്കുവാൻ കഴിയരുതേ നാഥാ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ദൈവമേ ശക്തിയോടെ ബലപ്പെടേണ്ടത് ആവശ്യമാണ്. ഞങ്ങളുടെ പരിശുദ്ധാത്മാനാൽ ദൈവമേ ഞങ്ങളെ ദൈവമേ ശക്തിപ്പെടുത്തി ദൈവമേ ബലപ്പെടുത്തുമാറാകണം. പ്രാർത്ഥനാ വിഷയങ്ങളെ ഒരു
പ്രാവശ്യം കൂടെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പൊ ദൈവം നാട്ടിൽ കടന്നു വരുന്ന ദൈവമേ കുടുംബങ്ങളെ ദൈവം അങ്ങയുടെ കരങ്ങളിൽ നൽകി തരുന്ന അതാ ദൈവ ശുഭകരമായി ഞങ്ങളുടെ ഒപ്പം ദൈവം അടുത്ത ആഴ്ച ആയിരിക്കും ഇടയാകുമാറാകണം. ഓ നാട്ടിലോട്ട് കടന്നു പോയിരിക്കുന്നവരെയും ദൈവം ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നു. ജോലിയിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാൻ കഴിയാതെ ഭവനങ്ങളായിരിക്കുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യാത്ര ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നു. ഞങ്ങൾ കാണുവോളം ക്രിസ്തുവിന്റെ ദൈവമേ വലിക്കപ്പെട്ട ചിറകിനടിയിൽ ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണം. സ്നേഹത്തിൽ ഐക്യമെത്തിയപ്പെട്ടവരായ അന്യോന്യം ദൈവമേ ഞങ്ങൾ വിശ്വസ്തയോടെ ആയിരിക്കും ഇടയാകുമാറാകണം. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. ധന്യമുള്ള യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹത്തോടെ മനസലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേൻ. മനസലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേൻ. സകല ബുദ്ധിയെ കവിഞ്ഞ ദൈവത്തിന് സമാധാനം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും അവിടുത്തെ ജനത്തോടും കടന്നു പോകുന്ന എൻ്റെ മക്കളോടും ഭൂമിയുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്നും എന്നേക്കും കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവങ്ങളുടെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.